നന്ദി കർത്താവെ. ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ ഇന്ന് പ്രിയ അഭിഷേകത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകല കാര്യത്തിലും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. ഇത് കർത്താവിന്റെ അത്ഭുതത്തിന്റെ സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്റെ പ്രവൃത്തികളെ അസാധാരണമായ രീതിയിൽ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികളെ കാണും. ആശ്വാസവും സമാധാനവും അത്ഭുതങ്ങളാലും ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വാസത്താൽ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിന്റെ മേലോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന്റെ മേലോ അവകാശമില്ല. ഞാൻ വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ വായ്പ വാങ്ങത്തില്ല. ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കുന്നു. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം അറിയിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവർത്തികൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളാൽ നിറയ്ക്കുന്ന ദൈവമാണല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്ന ദൈവമാണല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വീണ്ടും ജനനത്തെ പറ്റിയാണ്. നിലനിൽക്കുന്നതായ ദൈവവചനത്താല് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കും. നമ്മൾ വചനത്തിൽ ജനിക്കണം. എല്ലാ നല്ല വചനത്തിൽ എല്ലാ നല്ല ദാനങ്ങളും എല്ലാ നന്മകളും ഉയരത്തിലുള്ള ദൈവത്തിന്റെ പിതാവിൽ നിന്ന് വരുന്നു. ദൈവവചനത്താൽ ജനിച്ചവർക്കുള്ള അവകാശങ്ങളെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ദൈവവചനത്താലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് യൂട്യൂബിലും ലൈവിലും കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാനുള്ള ലിങ്ക് അവിടെയുണ്ട്. ആ ലിങ്കിലൂടെയോ അതിൻ്റെ അല്ലാതെ പാസ്വേഡിലൂടെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാമെന്നാണ്. ആഗ്രഹിക്കുന്നവരെങ്കിൽ, സ്വാതന്ത്ര്യം നിങ്ങളുടെ ഭവനത്തിലുള്ളവരെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറയ്ക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ തുടർച്ചയായിട്ട് പിന്നെയും വീണ്ടും ജനനത്തെപ്പറ്റിയും എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നതെന്നും വീണ്ടും ജനിച്ച വ്യക്തിയുടെ അവകാശങ്ങളെ പറ്റിയും നമ്മൾ പഠിക്കാനിടയായി തോന്നുന്നു. വീണ്ടും ജനിച്ച വ്യക്തി, രക്ഷിക്കപ്പെട്ട വ്യക്തി, വചനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിലെ ബൈബിളിലൊരു വാക്യമുണ്ട്. തിമോത്തിയോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നീ മറ്റുള്ളവർക്ക് മാതൃകയാകണം. അപ്പൊ എൻ്റെ വാക്ക് എങ്ങനെയായിരിക്കണം, എൻ്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം, എൻ്റെ നടപ്പ് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് നമ്മളെല്ലാവരും എങ്ങനെയുള്ളവരായിരിക്കണം, ഇതിനെല്ലാം മാതൃകയുള്ളവർ. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ദൈവസന്നിധിയിൽ മാതൃകയുള്ളവരായി തീർണം. ഞാനൊരു കാര്യം പറയാം. നിങ്ങളിന്ന് ഈ സൂമിൽ ലൈവ് കാണുന്നവര് കഴിയുമെങ്കിൽ, കഴിവെന്നുള്ളതല്ല, നിർബന്ധമായിട്ടും കിടന്നുകൊണ്ട് ആരും കേൾക്കരുത്. നിങ്ങൾ ഒരു നിമിഷം, അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എണീറ്റിരുന്ന് നിങ്ങളുടെ കസേരയിലോ മറ്റോ എവിടെയെങ്കിലും ഒക്കെ പോയി ഒന്ന് ഇരിക്കുക. അത് കിടന്നുകൊണ്ട് നിങ്ങൾ അത്ര സുഖത്തിൽ അത് കേൾക്കരുത്. കാരണം വെച്ചാൽ നമുക്ക് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത്രയും ലാഘവേ നമ്മുടെ മനസ്സിൽ കൊടുക്കത്തുള്ളൂ. ഇതൊരു കൂട്ടായ്മയാണ്. ഒരു സഭാ ആരാധന നടക്കുന്നത് പോലെ തന്നെ, ഒരു സന്ധ്യാപ്രാർത്ഥന നടക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കൂട്ടായ്മ. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കുളിക്കാൻ പോകുമ്പോൾ സൂം ഓണാക്കി വെക്കുന്നവരുണ്ട്. നിങ്ങൾ കിച്ചണിലേക്ക് പണി ചെയ്യുമ്പം സൂം ഓണാക്കി, നിങ്ങൾ യൂട്യൂബിൽ കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. യൂട്യൂബിൽ പിന്നീട് കേൾക്കുന്നവർക്ക് അത് വിഷയമില്ല. കാര്യം നിങ്ങൾ തിരക്കിട്ട ജോലിക്കിടക്കി നിൽക്കുന്നവരായിരിക്കാം, ഒത്തിരി കാര്യങ്ങൾ തീർക്കേണ്ടവരായിരിക്കാം. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക,
കേൾക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മൊത്തം ആ ഒരു സീരിയസ്നെസ് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. വളരെ സീരിയസ് ആയിട്ടിരിക്കുക. കാര്യം കർത്താവ് നിങ്ങളോട് ഇടപെടുന്ന സമയമാണ്. അപ്പം നിങ്ങൾ എത്രത്തോളം ദൈവസന്നിധിയിൽ വില കൊടുത്ത് നിൽക്കുവോ അത്രത്തോളം വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ മാനിക്കുകയാണ്. ആ വിലയെന്ന് പറഞ്ഞാൽ മാനിക്കുകയാണ്. അപ്പം ഞാൻ ടോയ്ലറ്റിൽ കയറിയിരിക്കുമ്പോഴോ ഞാൻ കറി അരിയുമ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നു, അത്രത്തോളം ഒരു യൂട്യൂബ് വീഡിയോ കേൾക്കുന്ന പോലെയല്ല. നമ്മൾ സൂം എന്ന് പറഞ്ഞ് ഇപ്പം ലൈവിൽ ഈ പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ സീരിയസ് ആയിട്ട് തന്നെ എല്ലാ പ്ലാനും മാറ്റിവെച്ച് എല്ലാം വിട്ടേച്ച് കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുക. ഈ കിടക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള ടെൻഡൻസി വരും. ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയിന്നിരിക്കും. പിന്നെ ബ്രദറെ എനിക്ക് പ്രാർത്ഥന കേൾക്കുമ്പോൾ ഉറക്കം വരുവാന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇനി ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ ആ നിന്നുകൊണ്ട് കേൾക്കുക. എല്ലാ പരിപാടിയും ഒന്ന് മാറ്റിവെച്ച്, പ്രത്യേകിച്ച് വീഡിയോ ഓണാക്കുന്നവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്തോണം, നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ ഒന്ന് കാണുമ്പോൾ എനിക്ക് ഒരു ദൈവിക വചനവും കൂടെ പറയാനും ഒന്നും കൂടെ ഒന്ന് കർത്താവിൻ്റെ ആത്മാവിൽ പ്രവചിക്കുവാനും തോന്നണം. നിങ്ങളുടെ ആ ദാഹം കണ്ടിട്ട് വേണം അടുത്തൊരു ലെവലിലേക്ക് നിൽക്കുവാൻ. അപ്പോസ്തലനായ പൗലോസ്ലീഹ അവനൊക്കെ നിൽക്കുന്നത് ഒരു രാത്രി മൊത്തം നിന്നുകൊണ്ട് എന്ത് ചെയ്തു, അവരോട് സുവിശേഷം പറഞ്ഞു. വേറെ ഒരു ഭാഗത്തും അങ്ങനെ കാണുന്നില്ല. ഒരു രാത്രി മുഴുവനും നിന്ന് പിറ്റേ ദിവസം യാത്ര ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ അവരുടെ ദാഹം കണ്ടിട്ടാണ്. അല്ലെങ്കിൽ 7 മണിയാകുമ്പോഴേ വാച്ചയെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു 8 മണിയാകുമ്പോഴേ ഇത് എപ്പോഴും ഈ പ്രാർത്ഥന തീരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൗലോസ്ലീഹ 9 മണിയാകുമ്പോൾ ആശീർവാദം പറഞ്ഞു പോയേനെ. പക്ഷെ പൗലോസ്ലീഹായ്ക്കകത്ത് ഒരു രാത്രി മൊത്തം നിന്നുകൊണ്ട് വചനം പറയുവാൻ ഒരു തോന്നലുണ്ടായെങ്കിൽ ആ ജനം ദാഹമുള്ള ജനമാണ്. അപ്പൊ ദാഹമുള്ള ജനമാണെങ്കിൽ ആ ശുശ്രൂഷിക്കുന്നവർ ഉള്ളിൽ വലിയ പ്രവചന ആലോചനകളും ശുശ്രൂഷയുടെ വലിയ വലിയ തലങ്ങളെയും ദൈവാത്മാവ് തുറക്കും. ദാഹിക്കുന്നവരേവരും എൻ്റെ അടുക്കലേക്ക് വരാനാണ് യേശു പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് ഞാൻ എപ്പോഴും പറയുന്നതല്ല, ഇടയ്ക്ക് പറയുന്നതാണ്. വളരെ സീരിയസ് ആയിട്ടിരിക്കണം, എല്ലാവരും അറ്റൻഷൻ ആയിട്ടിരിക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കും. ആമേൻ. അപ്പൊ ഇന്നലെ നമ്മൾ കേട്ടു, വീണ്ടും ജനിച്ച വ്യക്തിയുടെ അവകാശങ്ങളെ പറ്റി കേട്ടു. വീണ്ടും ജനിച്ച വ്യക്തി ദൈവികമായ അവകാശങ്ങളിൽ ഉള്ള വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ചെയ്യുമ്പോൾ, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് മനസ്സും മടുത്തു പോകുന്നവർ ആകരുത്. ഇന്ന് ഞാൻ കേൾക്കാൻ വേണ്ടി പോകുന്നത്, നമുക്ക് കഴിഞ്ഞ ദിവസം കേട്ട യാക്കോബിന്റെ ലേഖനത്തിന്റെ അകത്തുനിന്നുള്ള തുടർമാനമായ ആ ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ഇന്നലെ കേട്ടു, എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ബൈബിൾ പറയുന്നു ഉയരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ പിതാവിങ്കൽ നിന്ന് വരുന്നു എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു അല്ലേ. അപ്പൊ നമ്മളവിടെ കേൾക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ ആ ദൈവിക വചനത്തെ കേട്ടതുപോലെ തന്നെ എവരി പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് above and comes down from the Father who made the heavenly light. അപ്പൊ ഉയരത്തിലുള്ള വെളിച്ചത്തിന്റെ പിതാവിങ്കൽ നിന്ന് നമുക്ക് പെർഫെക്റ്റ് ഗിഫ്റ്റുകൾ വരും. നിങ്ങൾ ആ വാക്ക് നോക്കിയാൽ തികഞ്ഞ വരവൊക്കെ, എല്ലാ ദാനവും. ഈ പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദാനമെന്നാണ്. ദാനമെന്ന് പറഞ്ഞാൽ വില കൊടുത്ത് മേടിക്കുന്നതല്ല അല്ലേ. പെർഫെക്റ്റ് ഗിഫ്റ്റ്, തികഞ്ഞ വരവൊക്കെയും. അപ്പം നല്ല ദാനം. അപ്പൊ നല്ല ദാനം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഗിഫ്റ്റ്. ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞത് നമ്മൾ ദാനം കൊടുത്തു എന്ന് പറഞ്ഞില്ല. അപ്പൊ ദാനം കൊടുക്കുന്നത് ഒരിക്കലും 10 പവന്റെ സ്വർണം കൊടുക്കത്തില്ല അല്ലേ. നമ്മൾ ദാനം കൊടുക്കുമ്പോൾ ഏറ്റവും വീട്ടിൽ പുതിയൊരു TV കൊടുക്കത്തില്ല അല്ലേ. നമ്മൾ ദാനം കൊടുക്കുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, പുതിയ കാറ് കൊടുക്കോ? ഇല്ല. നമ്മൾ എപ്പോഴും ദാനം കൊടുക്കുമ്പോൾ മനുഷ്യര് നമുക്ക് ഇപ്പോൾ അതിനെക്കൊണ്ട് വലിയ ഉപയോഗമില്ല, അല്ലെങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും, നമുക്ക് ഉപയോഗിച്ചതായിരിക്കും നമ്മൾ പലപ്പോഴും ദാനം കൊടുക്കുന്നത്. എന്നാൽ മറ്റൊരു ദാനമുണ്ട്, മറ്റൊരു ഗിഫ്റ്റ് ഉണ്ട്. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിതാണ് പെർഫെക്റ്റ് ഗിഫ്റ്റ്. പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഏറ്റവും നല്ല ദാനം. അപ്പൊ അത് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? ഉപയോഗിച്ചതിന് ശേഷം കൊടുക്കുന്നതല്ല, പകരം ഏറ്റവും നല്ലത് കൊടുക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അല്ലേ. അപ്പൊ ബൈബിൾ പറഞ്ഞു ദൈവം എല്ലാം നല്ല ദാനം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ ഓരോ അനുഗ്രഹങ്ങളും നിങ്ങൾ വില കൊടുക്കണ്ട. അതിനുവേണ്ടി നേർച്ചകൾ വേണ്ട, അതിനുവേണ്ടി കാഴ്ചകൾ വേണ്ട, അതിനുവേണ്ടി പൈസ കൊടുക്കണ്ട, അതിനുവേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യണം. ദാനം എന്ന വാക്കിന്റെ അർത്ഥം സൗജന്യമായി എന്ന അതിന്റെ അർത്ഥം. ഫ്രീ ആയി തന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് അല്ല, പെർഫെക്റ്റ് ഗിഫ്റ്റ്, നല്ല ദാനങ്ങൾ. ആർക്ക് ലഭിക്കുന്നു? നമ്മൾ ഇന്നലെ കേട്ടു. ആർക്കാണ് അത് ലഭിക്കാൻ സാധ്യതയുള്ളത്? ഇന്നലെ കേട്ടായിരുന്ന വചനം വെച്ചൊന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് അത് ലഭിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവർക്ക്, വചനത്തിൽ ജനിച്ചവർക്ക്.
അപ്പൊ വീണ്ടും ജനിച്ചവർക്ക് ദൈവം ദാനങ്ങളെ കൊടുക്കുന്നു. അപ്പൊ വീണ്ടും അടുത്തൊരു പടി കൂടെ കയറുവാണ്, പെർഫെക്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നത് മക്കൾക്ക്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും മക്കൾക്ക് കൊടുത്താൽ സെക്കൻഡ് ഹാൻഡ് ആണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതോ ഏറ്റവും നല്ലതാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക്. ഏറ്റവും നല്ലത്. ആരെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് ഞാൻ നിനക്കൊരു സൈക്കിൾ മേടിച്ചു തന്നില്ലേ, എടുക്ക് 1000 രൂപ, ഞാൻ നിനക്ക് ബൈക്ക് മേടിച്ചു തന്നില്ല, എടുക്ക് 10000 രൂപ എന്നും പറഞ്ഞ് നമ്മൾ ആരെങ്കിലും പിരിവിന് പോവോ? ഇല്ല. അതാണ് പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, അപ്പൊ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദാനം, ദാനത്തിന്റെ അകത്ത് ബന്ധമുണ്ട്. നമ്മൾ പലപ്പോഴും ഉപയോഗിച്ച് കേടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ച് ശൂന്യമായത് കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കത്തില്ല പൊതുവെ, അല്ലേ? നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് അങ്ങനെ കൊടുക്കാറില്ല, അല്ലെങ്കിൽ അതില്ലാത്തവർക്കോ അത് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്കോ. എന്നാൽ നിങ്ങൾക്കൊരു പുതിയത് മേടിച്ചു കൊടുക്കാൻ വകയില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവർക്കത് ഉപകാരപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ദാനം കൊടുക്കും. അപ്പോൾ ഒരു ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ബർത്ത്ഡേ വന്നു, ഒരു കല്യാണം വന്നു, അവിടെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഉപയോഗശൂന്യമായിരിക്കുന്ന ഉപയോഗിച്ചൊരു സാധനം കൊടുക്കത്തില്ല നമ്മൾ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇത് രണ്ടിനേക്കാളും വ്യത്യാസമുണ്ട്. ഏറ്റവും ബെസ്റ്റ് കൊടുക്കും. അപ്പൊ എല്ലാ നല്ലതാനും പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ടു അസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് വരുന്നതൊക്കെയും ഏറ്റവും ബെസ്റ്റ് ആണ് മക്കൾക്ക്. ആമേൻ. അപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ഞാൻ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു, ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എത്ര പേര് ഓർക്കുന്നുണ്ട്? ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ വചന ഒരു പ്രകാരം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നാട്ടിൽ ഉദാഹരണമല്ല. എങ്ങനെയായിരിക്കും നമുക്കത് ലഭിക്കുന്നത്? എങ്ങനെയായിരിക്കും ലഭിക്കുന്നത്? വിശ്വാസത്താൽ ശ്രദ്ധിക്കുക. അപ്പൊ വചനത്തിലൂടെയാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോണേ, ഇനി ദൈവം ഈ വചനത്തെ ഒരു ലോക്ക് ചെയ്യുന്നുണ്ട്. വചനത്തിലൂടെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ATM ഇപ്പൊ ഞാൻ നമ്മുടെ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആദ്യ പ്രാവശ്യം വന്നപ്പോൾ, തൃശ്ശൂർ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ATM ഇവിടെ വെച്ച് മറന്നുപോയി, നമ്മുടെ ബാങ്കിൽ വെച്ച് മറന്നുപോയി, ATM കൗണ്ടറിൽ വെച്ച് മറന്നുപോയി. അപ്പൊ ഞാൻ തിരിച്ച് തോമസ് ഫാദറുമായിട്ട് എനിക്ക് തോന്നുന്നത് പാലക്കാട് ഞങ്ങൾ പോകുന്ന വഴിക്കാണ്, പകുതി വഴിക്ക് വെച്ചാണ് പെട്രോൾ പമ്പിൽ വെച്ച് പെട്രോൾ അടിച്ചതിന് ശേഷമാണ് ഓർത്തത്, അയ്യോ ATM നോക്കിയിട്ട് ATM കാണുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ധൃതിയിൽ എപ്പോഴോ രാത്രിയിൽ ATM നിന്ന് പൈസ എടുത്തതിന് ശേഷം ATM ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നിന്ന് നമുക്ക് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ ATM വെക്കുന്ന, എവിടെയോ വെച്ച് ഞാനത് മറന്നുപോയി. ഞാനത് പ്രാർത്ഥിച്ചു, കർത്താവേ, കാരണം അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അത് വ്യത്യാസമാണ് ഞങ്ങളത് അങ്ങോട്ട് പോകുന്നത്, തൃശ്ശൂർ, പിന്നെ പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകുന്ന ആ സമയത്ത് തന്നെ. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ്, അത് ആരും നഷ്ടപ്പെട്ടു പോകരുത്, കാരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ദൈവകൃപയാൽ ATM അവിടെ ഉണ്ടായിരുന്നു. ഞാനത് ഇട്ട് നോക്കിയപ്പോഴേക്ക് ATM ബ്ലോക്ക് ആയിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറന്നു വെച്ച ATM ആരൊക്കെയോ ATM കൗണ്ടറിൽ കയറി ആ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് പലതവണ തെറ്റായ, അപ്പം ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത് ബ്ലോക്ക് ആയി പോയിരിക്കുകയാണ്. കാര്യം പലതവണ റോങ് പിൻ അടിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ATM ബ്ലോക്ക് ആയിപ്പോയി. കുഴപ്പമില്ല, അവരൊരു മെസ്സേജ് അയച്ചാൽ മതി, അവരത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ATM അവർക്ക് ലഭിച്ചുവെങ്കിലും ഞാനത് മറന്നുപോയെങ്കിലും അത് കൈവശം ലഭിച്ച ആൾക്കാർ പലതവണ അതിൻ്റെ അകത്തുനിന്ന് പൈസ എടുക്കാൻ നോക്കിയാലും അത് ലോക്കായിരിക്കുന്നു. ഒരു നമ്പർ മുഖാന്തരം ആ പൈസ മൊത്തം ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. ATM അവർക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷെ ATMന്റെ അകത്തെ നമ്പർ മുഖാന്തരം ഇതുപോലെ തന്നെ ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ടെങ്കിലും ഇത് അവിശ്വാസികളോ പിശാചുക്കളോ എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഈ വചനത്തിന്റെ മേലൊരു ലോക്ക് വെച്ചിരിക്കുന്നു. എന്താണ് ആ ലോക്ക് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ പറയാമല്ലോ, ബ്രദറെ, എല്ലാവരുമല്ല, ചിലർ പറയാറുണ്ട്, ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല. ഞാൻ എല്ലാവരെ പറ്റിയല്ല പറഞ്ഞേക്കുന്നത്. ആയിരക്കണക്കിന് നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ദിനം പ്രതി കേൾക്കുന്നതിൻ്റെ അകത്ത് ചില ആളുകളുണ്ട്. നാളെ നിങ്ങളും സുവിശേഷം പറഞ്ഞുകൊണ്ട് വചനം ആരോടെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു 100 പേരിൽ 5 പേര് ചോദിച്ചേക്കാം, ബ്രദറെ, സഹോദരി, സഹോദര, ഞങ്ങൾ ഈ വചനമെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒരു മാറ്റം കാണാൻ കഴിയാത്തത്?
എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ദൈവവചന പ്രകാരം പറയുന്ന നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദങ്ങളോ അച്ചാരങ്ങളോ ഇല്ല. ദൈവത്തിന് ഒരു ചേഞ്ചസും അവിടെയില്ല. ഹി ഡസൻ നോട്ട് ചേഞ്ച്. അപ്പൊ ദൈവത്തിന് ഒരു ചേഞ്ചും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ദൈവത്തിന് മാറ്റമില്ല. അതിന്റെ അർത്ഥം ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നു. റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ക്വസ്റ്റ്യൻ മാർക്ക് അവിടെയുണ്ട്. അതിന്റെ അർത്ഥം തന്നു കഴിഞ്ഞു. അപ്പൊ എനിക്കിത് ദാനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? യേശു വില കൊടുത്തു. യേശു കാൽവരി ക്രൂശിൽ വില കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ വിലപിടിപ്പുള്ളത് മുഴുവനും എനിക്ക് സൗജന്യമായി ലഭിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, ആവർത്തന പുസ്തകത്തിൽ ഇത് ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും. പഴയ നിയമത്തിൽ അതുകൊണ്ടാണ് ആടിനെ കൊണ്ടുവന്ന്, ഈ പഴയ നിയമത്തിലാണ് നിങ്ങൾ നോക്കിയാൽ നേർച്ചകളെ കാണാൻ പറ്റും. നേർച്ച നേരണം, പലവിധമാകുന്ന യാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും കുറെ ആൾക്കാർ ചില മതവിശ്വാസത്തിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? നേർച്ചകളിലൂടെ അനുഗ്രഹത്തെ നേടാൻ പോകുന്നതിന്റെ കാര്യം പഴയ നിയമത്തിന്റെ അകത്ത് ഇപ്പോഴും അവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ നേർച്ച കിട്ടാൽ ഉറപ്പായിട്ട് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട സഹോദരാ, എനിക്ക് നേർച്ച കിട്ടല്ല, ഞാൻ ഓൾറെഡി അത്ഭുതത്തിന്റെ അകത്തായിരിക്കുന്നത്. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, അപ്പൊ നമുക്ക് സൗജന്യമായി ലഭിച്ചതിന്റെ കാരണം യേശു വില കൊടുത്തത് കൊണ്ടാണ്. വിലപിടിപ്പുള്ള കാൽവരി ക്രൂശിലെ യേശുവിന്റെ രക്തവും യാഗത്താലും എനിക്ക് സൗജന്യമായി എല്ലാ ദാനവും സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു. കണ്ടോ? അപ്പൊ കർത്താവിന്റെ ക്രൂശിന്റെ ശക്തി കൊണ്ടോ സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും എന്റെ പെരക്കകത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ എനിക്കത് സൗജന്യമായി ലഭിച്ചുവെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിനറിയാം ഇത് യേശു വില കൊടുത്തത് കൊണ്ട് ഇത് നഷ്ടപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഇപ്പൊ ഞാൻ പറയും, ഇത് മുഴുവനും പിശാചിന് വേണമെങ്കിൽ ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ അത്ഭുതങ്ങളെ സ്വീകരിക്കാം, അല്ലെ? പക്ഷെ അത് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ഈ വചനത്തിന്റെ മേൽ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ലോക്കാണ് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ. യേശു പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും കൈവിടത്തില്ല. എന്നെ അനുഗമിക്കുന്നവന്, അല്ലാത്തവന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്ന നന്മകളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു മാർഗമാണ് രക്ഷ അഥവാ പുത്രത്വം. പുത്രനാകുമ്പോൾ തന്നെ നിങ്ങൾ അവകാശിയാകുന്നു. എന്നാൽ ഈ അവകാശികൾ പലപ്പോഴും വചനം പറയുമ്പോൾ അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ എല്ലാവർക്കും അല്ല അതിന്റെ നിവർത്തി കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താണ് വചനം? എത്ര ഓർമ്മയുണ്ട് നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് വചനം എന്ന് പറഞ്ഞാൽ? ബൈബിൾ പ്രകാരം എന്താണ് വചനം? വചനം എന്താണ്? ക്രിസ്തുവിന്റെ വചനം ദൈവമാണ്. അതോടൊപ്പം തന്നെ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനമോ അതൊരു വിത്താണ്. നോക്കിക്കേ, ദൈവവചനം നിങ്ങൾ നോക്കിയേ, ഉപമയുടെ പൊരുളോ വിത്ത് ദൈവത്തിന്റെ വചനമാകുന്നു. നോക്കിക്കേ, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ വചനം ഒരു വിത്താണ്. അപ്പൊ വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇച്ചിരി കോംപ്ലിക്കേഷനാണ്. ദൈവത്തിന്റെ വചനം ഒരു വിത്താന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം വിത്തിനൊരു പ്രത്യേകതയുണ്ട്. വിത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നത് പോലെയോ ഒരു ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ പോയി മേടിക്കുന്നത് പോലെയോ വിത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. വിത്തിനൊരു പ്രത്യേകതയുണ്ട്, ഈ വിത്ത് മുളയ്ക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, വിത്തിന്റെ പ്രത്യേകത വിത്ത് മുളയ്ക്കണം. ഇപ്പം നിങ്ങൾ വചനം പറഞ്ഞിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു മാറ്റം കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഈ വിത്ത് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ മുളയ്ക്കുവാൻ പറ്റുന്നില്ല. നമ്മൾ വിത്തിന്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപമയിലേക്ക് അധികം പോകുന്നില്ല, മിക്കപ്പോഴും പറയുന്നതാണ്. പക്ഷെ 1-2 വാക്യങ്ങൾ നമുക്ക് എൻ്റെ അകത്ത് എടുക്കേണ്ടി വരും. കാര്യം നമുക്ക് ദൈവത്തിന്റെ ദാനങ്ങൾ ജീവിതത്തിലേക്ക് ദൈവം തരുമ്പോൾ അത് ആസ്വദിക്കാൻ അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങളും അതിനെ എങ്ങനെ ജയിക്കാം എന്നുള്ളതാണ് ഇന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ വചനം പറയുന്നു 8-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഉപമ പറയുകയാണ്. ആ ഉപമ ഓരോ കാര്യത്തിൽ പറയും. വിതയ്ക്കുന്നവൻ ചിലത് വഴിയരികിൽ വീണു, അത് ചവിട്ടി ആകാശത്തിലെ പറവകൾ അതിനെ കൊത്തി തിന്നു കളഞ്ഞു. മറ്റു ചിലത് പാറമേൽ വീണു, അതിന്റെ പറയാണ് പാറമേൽ വീണിരിക്കുന്നു. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണിരിക്കുന്നു, മുളച്ചതിനെ ഞെരുക്കിക്കളയുന്നു. അപ്പൊ വചനം മുളയ്ക്കണം.
വചനം നിങ്ങളുടെ ഉള്ളത്തിൽ മുളയ്ക്കുമ്പോഴാണ് വചനത്തിലുള്ള, അതായത് ദൈവം എന്ത് ചെയ്തു, സകല ദാനങ്ങളെയും ലോക്ക് ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഫെഡറൽ ബാങ്കിലോ SBI ബാങ്കിലോ SPTയിലോ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ട പൈസയെ ബാങ്കുകാര് നിങ്ങളുടെ കൈവശം ഒരു ATMയിലൂടെ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ലോക്ക് ചെയ്തു തന്നു കേട്ടോ. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിലുണ്ട്. ഏത് പാതിരാത്രിയിലും ബാങ്കുകാർ പറയും ഉപയോഗിക്കാം. അതിനുപയോഗിക്കണമെങ്കിൽ ഈ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ATM നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതേപോലെ സകല ദാനങ്ങളും സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിന്റെ വിലയിലൂടെ നമുക്ക് തന്നുവെങ്കിലും ഇത് മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി, ഇത് ദാനമാണെങ്കിൽ ഇതിന് വിലയുണ്ട്. നോക്കിക്കോണം, ദൈവത്തിൽ നിന്ന് ഇത് ദാനം ലഭിച്ചതാണെങ്കിൽ ഇത് വളരെ വിലപിടിപ്പുള്ളതാണ്. ഇത് വെറുതെ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന്റെ അർത്ഥം നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ഇതിനെ വിത്തിന്റെ രൂപത്തിൽ നമുക്ക് തന്നു. അപ്പൊ വിത്തിന്റെ പ്രത്യേകത, വിത്ത് മുളപ്പിക്കണം. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഇപ്പൊ ഉദാഹരണം പറയാം, നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി ഒരു വചനം പറയാന്ന് വിചാരിച്ചു. തലമുറയെ ഓർത്ത് വചനം പറയാൻ ഭാരപ്പെടുന്ന വ്യക്തിയാ. അപ്പൊ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ വചനം പറയുമ്പോൾ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട വചനം ഏതാണ്? ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയം അറിയും, എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഇത് പറയുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് തലമുറയുടെ അടയപ്പെട്ട ഭാവി, സമാധാനമില്ലാത്ത അവസ്ഥകൾ, തലമുറയുടെ ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റായ വഴിവിട്ട ജീവിതങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, ഇത് ലോകപ്രകാരം നിൽക്കുന്നു. മനപ്രയാസം കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുക. മനസ്സിനാണ് ഒരു സമാധാനമില്ല. ആ സമയത്താണ് ബ്രദർ പറഞ്ഞത് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പൊ നിങ്ങൾ ഓർത്ത് ബ്രദർ വേറെന്തെങ്കിലും പറയുമായിരിക്കുന്നു. പക്ഷെ ബ്രദർ പറഞ്ഞു വചനം തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വചനം അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പം മുതൽ മനപ്രയാസം കൂടുന്നു. നോക്കിക്കേ, വചനം പറയുവാൻ തുടങ്ങിയപ്പോൾ മുതൽ മനപ്രയാസം കൂടുന്നു. എന്താ കാരണം എന്നറിയാവോ? ബൈബിൾ പറയുന്നു മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. അപ്പൊ നമ്മുടെ ഉള്ളത്തിൽ വേദനകളും ഭാരങ്ങളും കിടപ്പുണ്ടെങ്കിൽ ഇതൊരു മുള്ളാണ്. ഈ മുള്ളിന്റെ പ്രത്യേകത എന്തുവാ? ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഈ കുത്തുമ്പോഴാണ് നമുക്ക് കരച്ചിൽ വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭാരമുള്ള വ്യക്തികൾ കരയുന്നതിന്റെ കാരണം നിങ്ങളുടെ ഭാരങ്ങൾ മുള്ളുപോലെ എന്ത് ചെയ്യുക, കിടക്കുക. ഈ മുള്ളിന്റെ അകത്തോട്ടിരുന്ന് വചനം പറയുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാം? അപ്പൊ മുള്ളിങ്ങനെ കുത്തും. അപ്പൊ വചനം പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? സങ്കടങ്ങൾ വരുന്നു. അതുകൊണ്ട് അർത്ഥം എന്താണ്? ചിലത് മുള്ളിനിടയിൽ വീണു, മുളച്ചു അതിൽ നിന്ന് ഞെരുക്കി കളയുന്നു. നോക്കിക്കേ, മുള്ള എന്ത് ചെയ്യുവാണ്? ഞെരുക്കി കളയുക. അപ്പൊ വചനം നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ മുള്ളിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് ഈ മുള്ളെന്ന് ചോദിച്ചാൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഈ വചനം പറയുമ്പോഴുള്ള മാറ്റങ്ങളാണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഉപമയുടെ പൊരുളോ കർത്താവ് പറഞ്ഞു കേട്ടോ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനോ, വചനം കേൾക്കുന്നവരെങ്കിലും ചിന്തകളാലും, നോക്കി, ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും, നോക്കിയേ, സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായും ഫലം കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. മർക്കോസിലോട്ട് വരുമ്പോൾ നോക്കിയേ, ഇഹലോകത്തിന്റെ ചിന്തകളും. ലൂക്കോസിന്റെ 8:14 പറയുമ്പോൾ അതേ വാക്ക് തന്നെ മർക്കോസിലേക്ക് വരുമ്പോൾ പറയുകയാണ്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനമോ ഈഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനകളും മറ്റു വിഷയങ്ങളും മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കുന്നു. കണ്ടോ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ. സംസാരഭോഗങ്ങൾ, രണ്ട് ചിന്തകൾ, മോഹങ്ങൾ, ഫലങ്ങൾ ഇതിനെ ഞെരുക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് നിങ്ങൾ ചെയ്യും? അപ്പൊ നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വചനം പറയുന്ന സമയത്ത് ഈ മുള്ളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നാ പറഞ്ഞേക്കുന്നത്? നോക്കിയ, മുള്ളുണ്ടെങ്കിൽ എന്നെ അവിടെ പറ്റും. നിങ്ങൾ ആ ഉറക്കി ഒന്ന് ഈ വാക്യം ഒന്ന് ഓരോരോ വിത്തിന്റെ ഉപമ പറയുന്ന സമയത്ത് എൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? വാക്യം എന്ത് ചെയ്യും? മുള്ളിനിടയിൽ വീണ വചനത്തിന്റെ പ്രത്യേകത എന്തോന്ന് നോക്കിയേ. ഒന്ന് ഉറക്കി ഇത് കാണാൻ പറ്റുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച്, ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചേ. മുള്ളിനിടയിൽ വീണ എന്നാ പറ്റുന്നത്? അപ്പൊ വചനം പറഞ്ഞിട്ട് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളാണ് വരുന്നതെങ്കിൽ, കരച്ചിലും കണ്ണുനീരുമാണ് വരുന്നതെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് മുള്ളിരിപ്പുണ്ട്. ഈ മുള്ള് കുത്തുന്നത് കൊണ്ടാണ് സങ്കടം മാറാത്തത്.
ഈ മുള്ളിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുള്ളിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ അകത്ത് ഭാരങ്ങൾ വർദ്ധിക്കുകയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, വചനത്തെ ഞെരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വചനം പറയാൻ പറ്റത്തില്ല. വചനം പറയാൻ കഴിയാത്തതിന്റെ കാരണം ഈ ഭാരം നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇനി നോക്കിയേ, അപ്പൊ അടുത്ത വാക്യത്തിലേക്ക് നമുക്കിനി വരാം. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അടുത്ത ഉപമകളെ പറ്റി കർത്താവ് പറയുകയാണ്. മറ്റു ചിലത് നിലത്ത് വീണു മുളച്ച് 100 മേനി. നോക്കി, മറ്റു ചിലത് നല്ല നിലത്ത് വീണു മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ഇനി നോക്കിക്കേ, അപ്പൊ ചിലർക്ക് എന്ത് ചെയ്തു? അപ്പൊ ഓരോരോ ആൾക്കാരെ പറ്റി അല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ അവസ്ഥകളെ പറ്റിയാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാറമേൽ വിതയ്ക്കപ്പെട്ട വചനം, മുള്ളിനിടയ്ക്ക് വയ്ക്കപ്പെട്ട വചനം, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനം, ഗുണം കേട്ട് നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ. നോക്കിക്കേ, അപ്പൊ ഇവിടെ നിങ്ങളൊരു വാക്ക് നോക്കി, നമ്മൾ പണ്ടെടുത്തിട്ടുള്ളതാണ് ഈ വാക്യം. നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കുക, സ്റ്റോർ ചെയ്യുക, വചനത്തെ സ്റ്റോർ ചെയ്യുക. എങ്ങനെയാണ് ഈ വചനം സ്റ്റോർ ചെയ്യുന്നത്? അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പാടല്ലേ. വചനം എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, വചനവുമായിട്ടൊരു ബന്ധം നിങ്ങൾക്ക് വേണം. നമുക്ക് എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും യൂട്യൂബുകളിലും മറ്റ് പ്രാർത്ഥനാ സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ബൈബിളും ഒക്കെ ആയിട്ട് പേനയും കണ്ണാടിയൊക്കെ ആയിട്ട് പോവും. അവിടെ ഇരുന്നുകൊണ്ട് വലിയ നോട്ട് ബുക്കൊക്കെ ആയിട്ട് പോവും. അവിടെ ഒരു ബ്രദർ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾ അതെല്ലാം ഒരു നോട്ട് ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് ആ നോട്ട് ബുക്ക് അടച്ചു വെക്കും. പിന്നെ അടുത്ത ബ്രദർ വരുമ്പോൾ പിന്നെയും നോട്ട് ബുക്കായിട്ട് പോകും. അപ്പോൾ ഓരോ ബ്രദർമാർ കേൾക്കുന്ന വചനങ്ങൾ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്യും, ബുക്കിൽ എഴുതി വെക്കും, അത് അടച്ചു വെക്കും. ഇതാണ് നമ്മുടെ സ്ഥിരം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നോക്കിക്കേ, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട് സംഗ്രഹിച്ചു ക്ഷമയോടെ ഫലം കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ വചനം മുള്ളിനിടയിൽ വീണ വചനത്തിന്റെ പ്രത്യേകത നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വന്നിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. മർക്കോസിന്റെ വചനം കണ്ടോ? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനമോ ഈഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയങ്ങളും മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ചിന്ത ആകുലങ്ങൾ വരും. നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ നിങ്ങളൊരു കുഞ്ഞിന്റെ വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകളാലും ധനത്തിന്റെ സംസാരഭോഗങ്ങളാലും ഞെരുക്കി അതിനെ പൂർണ്ണമായും ഫലം കൊടുക്കാതെ. അപ്പൊ ചിന്തകൾ നോക്കി, വാക്യം കൊണ്ടോ? ചിന്തകൾ, ഈ വാക്ക് നോക്കി, ചിന്തകൾ. ഈവിൾ തോട്ട്സ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഈവിൾ തോട്ട്സ്, ബൈബിളിൽ ഈവിൾ തോട്ട്സ്. വചനം പറയുന്ന ഏതൊരു വ്യക്തിക്കകത്തും ഈവിൾ തോട്ട്സ് ഉണ്ടാകും. ഞാനത് നമുക്ക് യാക്കോബിന്റെ ലേഖനം തുടങ്ങിയ സമയത്ത് മിസ്സായ ഒരു വാക്കാണത്. നമ്മൾ കഴിഞ്ഞ ദിവസം യാക്കോബിന്റെ ലേഖനം തുടർന്നായിരുന്നു. അതിൻ്റെ അകത്ത് ഈ വാക്യം പറയുന്നതിന് മുമ്പ് ഒരു വാക്കുണ്ട്. നമ്മൾ എല്ലാ ദാനവും തൊട്ടുമടുത്ത വാക്യത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. മോഹിക്കുക, മോഹമാണ് ഗർഭം ധരിക്കുന്നത്, പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് ചിന്തകൾ ഇങ്ങനെ കയറി കൂടിക്കൊണ്ടേയിരിക്കും. ചിന്തകൾ. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തിക്കും രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്കകത്തും ഇതേ ചിന്തകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളത്തിൽ ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ വചനം മുളയ്ക്കുന്നില്ല. വചനം മുളയ്ക്കുന്നതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഒരു വചനം ഇട്ടു. നിങ്ങളിപ്പോൾ നല്ല ഒന്നാന്തരം മാമ്പഴം മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ആ മാമ്പഴമൊക്കെ അത് ജ്യൂസ് അടിക്കുകയോ അത് മുറിച്ച് തിന്നുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ വിത്ത് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരാഗ്രഹം, ഇനി എല്ലാ പ്രാവശ്യവും കടയിൽ പോയി മേടിക്കാൻ പറ്റാതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ എനിക്ക് മാമ്പഴം കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായാൽ ആ പറമ്പിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? നിങ്ങൾ കഴിച്ച മിച്ചം വന്ന വിത്ത് കഴുകി നമ്മൾ എന്ത് ചെയ്യും? മണ്ണിന്റെ മേൽ കുഴിച്ചിടും. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ആ വിത്തിന്റെ അകത്തുനിന്ന് വലിയൊരു മരം പൊങ്ങി വന്ന് അനേക കാലങ്ങളിലേക്ക് നിങ്ങൾക്ക് മാമ്പഴം കഴിക്കുവാൻ തക്കതായിട്ടൊരു ഫലം ഉണ്ടായി വരും. ഇതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ ഉള്ളത്തിൽ കയറുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഓൾറെഡി ചിന്തകൾ കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന വിഷയമില്ലേ? സാമ്പത്തിക വിഷയം ഉണ്ടല്ലോ, ജോലിയിലും ബിസിനസ്സിലും കുടുംബത്തിലും രോഗത്തിന്റെ അകത്തുമൊക്കെ ഇരിക്കുന്ന ചിന്ത, ഒരു ഭാരം ഉണ്ടല്ലോ. ഇത് ആക്റ്റീവ് ആവും കുറച്ചും കൂടെ. ഇത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ വചനം പറയുമ്പോൾ എന്ത് ചെയ്യും? ഇത് അവിടെ നിന്ന് പൊങ്ങി വരും.
ഇത് വചനം പറയുന്ന സമയത്ത് ഈ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ നോക്കിയേ, സംസാരഭോഗങ്ങളാൽ ഞെരുങ്ങി. നിങ്ങൾ ആ വാക്ക് കണ്ടോ? സംസാരഭോഗങ്ങളാൽ ഞെരുങ്ങി. അപ്പൊ നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തന്നെ, നമ്മൾ ദൈവിക വചനത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എന്തുണ്ടോ അത് ഓൾറെഡി നമ്മുടെ അകത്തിരിക്കുന്ന മുള്ളായിരിക്കുന്ന ഈ സാധനം കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വചനം പറയുമ്പോൾ വചനത്തെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം പറയും തോറും വചനത്തെ നനയ്ക്കുകയാണ്. ഈ വചനം നനഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരുവാൻ തുടങ്ങും. നോക്കിയേ, നല്ല നിലത്തിൽ വിതയ്ക്കപ്പെട്ട വചനമോ ആ വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഇനി ഇന്നാളെ ഞാൻ ചോദിച്ചായിരുന്നു, എന്താണ് ഈ സംഗ്രഹിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? സംഗ്രഹിക്കുക എന്ന് പറഞ്ഞത് സ്റ്റോർ ചെയ്യുക, സ്റ്റോർ ചെയ്ത് വയ്ക്കുക, സ്വരൂപിച്ചു വെക്കുക, നിങ്ങളുടെ ഉള്ളത്തിൽ വചനത്തെ സ്റ്റോർ ചെയ്യുക. അതിന്റെ അപ്പൊ അർത്ഥം എന്തുവാ? നമ്മൾ വചനം പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന വചനത്തിന്റെ അകത്ത് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഇതാണ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ പറയും, എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ അരിയുണ്ട് എന്ന് അതിന്റെ അർത്ഥം എന്തുവാ? എപ്പോഴും അരിയുണ്ട്. അതിന്റെ അർത്ഥം അരിയുടെ പ്രത്യേകത അത് എടുത്തും തോറും തീർന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? എപ്പോഴും എൻ്റെ വീട്ടിൽ അരി ഉണ്ടെന്ന് അതിന്റെ അർത്ഥം എന്തുവാ? എടുക്കും തോറും ഞാനിത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതേപോലെ തന്നെ കർത്താവിന്റെ വചനം നിങ്ങൾ തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനത്തിന്റെ അകത്തുണ്ടാകുന്ന ചിന്തകൾ നിങ്ങളുടെ അകത്ത് വരും. വചനത്തിലെ ചിന്തകൾ വരികയും ലോകത്തിന്റെ ചിന്തകൾ അതിനെ എന്ത് ചെയ്യും? ഓവർകം ചെയ്യുവാൻ തുടങ്ങും. ഒന്നുകൂടെ ഞാൻ പറയാം, വചനത്തിന്റെ ചിന്ത നിങ്ങളുടെ അകത്തിരിക്കുന്ന ലോക ചിന്തകളെ എന്ത് ചെയ്യും? അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തിരിക്കും, ബ്രദർ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞ് ഇപ്പം മടുത്തിരിക്കുക ബ്രദർ, എനിക്ക് വചനം പറഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു മടുപ്പിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന വചനത്തിൻ്റെ അകത്ത് എവിടെയൊക്കെയോ നിങ്ങളുടെ അകത്ത് എന്തുണ്ടാകുന്നുണ്ട്? മുള്ളുകൾ. നിങ്ങൾക്ക് മുള്ളുള്ളത് കൊണ്ടാണ് ഈ ഭാരം വർദ്ധിക്കുന്നത്. ഇനി ഞാനൊരു വാക്യം ഒന്ന് പെട്ടെന്ന് അതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എടുത്തു തരാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്ത് തന്നെ ആ ഒരു വാക്യത്തിലേക്ക് നമുക്കിന്ന് ഒന്ന് പോവാം. അപ്പൊ നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, കാണുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കുന്ന സമയത്ത്, നിങ്ങൾ വചനം പറയുന്ന സമയത്ത് നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിച്ച് വചനം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പെട്ടെന്ന് ഒരു വാക്കിങ്ങനെ പറയും. ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യലി നമുക്ക് ഈ പെട്ടെന്ന് ഞാൻ ഈ ഫിനാൻസും ഈ രോഗസൗഖ്യമൊക്കെ എപ്പോഴും പറയാൻ കാരണം, ഇപ്പൊ ലോകത്തില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബന്ധപ്പെടാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ പറ്റി എപ്പോഴും പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഈ ദിവസങ്ങളിൽ വലിയൊരു സാമ്പത്തിക ഇതിൻ്റെ അത് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ പറയും, എൻ്റെ ദൈവം 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരുന്നു. അപ്പൊ എൻ്റെ ദൈവം 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. ഫിനാൻസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കടം കയറി നിങ്ങൾ നശിച്ചിരിക്കുക. ഒരു വഴിയില്ല, എല്ലാ വാതിലും അടഞ്ഞ് എല്ലാ ഡോറും അടഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യത ഇല്ലാതെ കിടക്കുക, സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് കിടക്കുക നിങ്ങൾ. പക്ഷെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഓൾറെഡി നിങ്ങളുടെ അകത്ത് മുള്ളുണ്ട്, അത് നിങ്ങളെ കുത്തിക്കൊണ്ടിരിക്കുക. ആത്മഹത്യ, കടം കയറി മുടിയത്തേ ഉള്ളൂ, എല്ലാം നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ, ഒരു ഗതിയും വരത്തില്ല. അപ്പൊ ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് കുറേ ചിന്തകൾ വന്നു കഴിഞ്ഞു. എന്താ വന്നത്? ആ പൈസ കൊടുക്കാനുള്ള പലിശക്കാരനോ മറ്റു ആൾക്കാരോ ഒക്കെ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ വരുന്ന പിള്ളേരെ തല്ലുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ഈ ബഹളം ഉണ്ടാക്കുന്നു, ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിങ്ങനെ മനസ്സിലേക്ക് മനപ്രയാസമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മൾ വചനം പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കറിക്കരിയുമ്പോൾ വചനം പറയുന്നത് നല്ലതാണ്, നടക്കുമ്പോൾ വചനം പറയുന്നത് നല്ലതാണ്, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ ഒക്കെ വചനം പറയുന്നത് നല്ലതാണ്. പക്ഷെ വചനം പറയുമ്പോൾ അല്പനേരം ഒന്ന് കണ്ണടയ്ക്കണം, എപ്പോഴേലും ഒരു സമയത്ത്. എന്നിട്ട് വചനം പറയുന്ന സമയത്ത് നിങ്ങളുടെ അകത്തേക്ക് ആ വചനത്തിന്റെ ചിന്തകൾ പ്രവേശിക്കുവാൻ അനുവദിക്കണം. വൺസ് നിങ്ങളിലേക്ക് ഈ ചിന്തകൾ പ്രവേശിക്കാൻ തുടങ്ങിയാൽ ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യും? വ്യാപരിക്കുവാൻ തുടങ്ങും. പലർക്കും എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങളിപ്പോൾ ഒരു ചെടി കൊണ്ട് നട്ടിട്ട് ഒരു കുഞ്ഞു ചെടിയാന്ന് വിചാരിച്ചു, റോസാപ്പൂവിന്റെ ഒരു കമ്പ് കൊണ്ട് നട്ടു. വലിയ 2 ബക്കറ്റ് നിറച്ചും വെള്ളം കൊണ്ടുവന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഒഴിച്ചുകൊണ്ടിരുന്നാൽ എന്നാ സംഭവിക്കുന്നത്? ആ ഒരു കമ്പയിലോട്ട്, ആ റോസാപ്പൂവിന്റെ കമ്പയിലോട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചുകൊണ്ട് എന്നാ സംഭവിക്കും?
ചീഞ്ഞു പോവും. ചീഞ്ഞു പോവും. അത് ചീഞ്ഞു പൊക്കോണ്ടിരിക്കും. ഇതേപോലെ തന്നെ കർത്താവിന്റെ വചനം വെറുതെ പറയരുത്. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പല ആൾക്കാരും. വെറുതെ പറയാതെ ഞാൻ പറയുന്നുണ്ട് ബ്രദർ, എങ്ങനെയല്ല, ഈ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുക. വചനം പറയുമ്പോൾ ആകുല ചിന്തകൾ അന്ന് ചിന്തിച്ചതുപോലെയാണോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനത്തെ ചിന്തകളാണോ നിങ്ങളുടെ അകത്ത് വരുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും സാധ്യതകൾ മനസ്സിൽ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ നോക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. സറാഫാത്തിലെ വിധവയല്ല, അവിടുത്തെ ഒരു വിധവയായ സ്ത്രീ എന്ത് ചെയ്തു? വിധവ വന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നിന്റെ പ്രവാചകനോട് പറഞ്ഞു, കർത്താവേ, സറാഫാത്തിലെ വിധവയല്ല, നിന്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ദാസൻ, അതായത് നിന്റെ ശിഷ്യൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. ഇപ്പൊ പലിശക്കാർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നു, ഞങ്ങൾ വലിയ കടത്തിൻ്റെ അകത്തിരിക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് പ്രവാചകനോട് വന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകനോട് വന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പ്രവാചകൻ ഭവനത്തിലേക്ക് ചെല്ലുന്നുണ്ട്. 2 രാജാക്കന്മാർ 4:7 പറയുന്നുണ്ടല്ലേ. പ്രവാചകൻ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അവിടെ ഒരു ദൈവപ്രവർത്തി അവർ ഓർത്തത്, ഞാൻ ഇങ്ങനെ മാനുഷികമായി ചിന്തിക്കും കേട്ടോ, അവരങ്ങനെ ഓർത്ത് കാണത്തില്ലെങ്കിൽ പോലും അവർ ചിന്തിച്ചേക്കുന്നത്, പ്രവാചകൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, പോക്കറ്റിലുള്ള പൈസ എടുത്തോട്ട് പറയും, തൽക്കാലത്തേക്കൊന്ന് മറിക്ക് എന്ന് പറഞ്ഞു നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? പ്രവാചകന്മാരുടെ ഭാര്യ അല്ലേ, അപ്പൊ തൽക്കാലം എന്ത് ചെയ്യും? നീ പൈസ കൊണ്ടുവന്നൊന്ന് മറിക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഒരു മാലയുണ്ട്, ഇത് പണയം വെച്ചിട്ട് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യും? ഇതൊന്ന് റോള് ചെയ്യും. ആ പലിശക്കാരോട് ഞാൻ വേണേൽ വിളിച്ചു പറയാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാക്കായിരിക്കാം അവിടെ കേട്ടത്, ചിന്തിച്ചതും ഒക്കെ. ചിലപ്പോൾ ഞാൻ മാനുഷികമായിട്ട് പറയട്ടെ, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അവിടെ വന്നിട്ട് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യത്തെ പ്രവാചകനോട് തുറക്കുക. എങ്ങനെ തുറന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? നമുക്കറിയാം, ആ വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. അവൾ അവിടെ വിട്ടു ചെന്ന് അതിൻ്റെ മക്കളോട് അകത്ത് കടന്ന് വാതിലടച്ചു. അവൾ തങ്ങടക്കലേക്ക് പാത്രങ്ങളെ കൊണ്ടുവച്ചു. അവൾ പകരുകയും പാത്രങ്ങൾ നിറച്ച ശേഷം തൻ്റെ മകൻ ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞവനോട് പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എണ്ണ നിന്നുപോയി. എന്നിട്ട് പറയുന്നു, അവൾ ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിച്ചത് കൊണ്ട് നീ നിന്റെ മക്കളും ഉപജീവനം കഴിക്കുക. നിങ്ങൾ കണ്ടോ എന്ന പരിപാടിയല്ലേ? കടം കയറി നശിച്ചിരിക്കുന്ന ഒരു വീട്, ആകെ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ. പ്രവാചകൻ വന്നിട്ട് എന്ത് ചെയ്തു? കുറേ പാത്രം അയൽവക്കം എന്നൊക്കെ മേടിക്കാൻ പറഞ്ഞു. അയൽവക്കംകാർ ഓർത്ത് ഇവരെന്തോ ഈ പാത്രമൊക്കെ മേടിച്ചു. കഴിഞ്ഞ ദിവസം എപ്പോഴും വന്ന് വായ്പ മേടിക്കുന്ന ആൾക്കാരാണ്. 10 രൂപയുണ്ടോ, 1000 രൂപയുണ്ടോ, 2000 ഉണ്ടോ അത് മറിക്കാൻ തരാൻ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പൊ വന്നിട്ട് കുറേ പാത്രം ചോദിക്കുക. കഴിഞ്ഞ ദിവസമല്ലേ ഈ ആൻറ്റി പറഞ്ഞത് കഞ്ഞി വെക്കാൻ അരി പോലും ഇല്ല, ഇച്ചിരി അരി തരാമെന്ന് ചോദിച്ചു വന്ന ആൾ ഇപ്പൊ പാത്രം മേടിക്കുക, വലിയ കഞ്ഞിക്കലൊക്കെ മേടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്തു? ആ വീട് മൊത്തം നിറച്ചിട്ട് പ്രവാചകൻ അല്പം എണ്ണ എടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ഒഴിച്ചപ്പോൾ ആ പാത്രം മൊത്തം നിറഞ്ഞു. എന്നിട്ട് പറയാണ്, അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിക്കുന്നത് കൊണ്ട് നീ നിന്റെ മക്കൾ ഉപജീവനം കഴിയും. കണ്ടോ? കടം വീട്ടി. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കടം വീട്ടി എന്ന് പറ. കണ്ടോ? കടം കയറി നശിച്ചിരുന്ന ആളുകൾ, കടം കയറി നാശത്തിലേക്ക് പൊക്കോണ്ടിരുന്ന ആൾക്കാര് കടം വീട്ടി. പ്രവാചകന്റെ മാല വിട്ടിട്ടാണോ? അല്ല. എലീശ വന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്, തൽക്കാലം നീ ഇതൊന്ന് റോള് ചെയ്യ് എന്നിട്ടാണോ? എലീശ പറയും, ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പലിശക്കാരനാ, വലിയ പലിശ കൊടുക്കണ്ട, പ്രാർത്ഥനക്കാരനാ എന്നും പറഞ്ഞുകൊണ്ട് വല്ല റെക്കമെൻഡും ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തില്ല. അവിടെ എലീശയുടെ തോട്ട് പ്രോസസ്സിന് വ്യത്യാസമുണ്ട്. എലീശയ്ക്കകത്ത് എലീശയ്ക്കറിയാം, സ്വർഗത്തിൽ നിന്നാണ് എന്നെ നടത്തുന്നത്. അപ്പൊ എൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ സ്വർഗം ഇടപെടും. അതുകൊണ്ടാണ് പ്രവാചകൻ ആ കുടുംബത്തിലെ അമ്മ വന്ന് പറയുകയാണ്, എൻ്റെ മക്കളെ പലിശക്കാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോയി അടിമകളാക്കി കൊണ്ടുപോകുക, പിന്നെ ഒരിക്കലും എൻ്റെ മകനെ കാണാൻ പറ്റത്തില്ല. നോക്കിയേ, നിന്റെ ദാസനായ യഹോവ ഭക്തനായിരുന്ന നിനക്കറിയാമല്ലോ, അവനിപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെയും പിടിച്ചു അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഭവനത്തിൽ ആ വചനം പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കിയേ, അവര് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീ നിന്റെ മക്കൾ ഉപജീവനം. കണ്ടോ? വലിയൊരു ശേഷിപ്പ് ഉണ്ടായി. അപ്പൊ ഇത് എവിടുന്നുണ്ടായി? പ്രവാചകനിലൂടെ ഉണ്ടായി. അപ്പൊ പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് ഇങ്ങനെ ചില സോഴ്സുകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയ്ക്കകത്തും പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ കുറ്റം പറയാൻ വേണ്ടി പോകും. ചിലപ്പോൾ അവരൊരു കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും.
അവർ ചില വാക്കുകളൊന്ന് റിലീസ് ചെയ്താൽ നിങ്ങൾ അതുകൊണ്ട് ദേവദാസന്മാരുടെ കുറ്റം പറയലോ ആ ബ്രദർ ചുമ്മാ അങ്ങനെ എങ്ങനെയാ. ചിലപ്പോൾ ആ ഒരു ബ്രദറിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ചിലത് സൃഷ്ടിക്കപ്പെടുവാൻ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉള്ളൊരു ബ്രദറാന്ന് വിചാരിച്ചു. ചുമ്മാ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ല, മറ്റുള്ളവർ വിമർശിക്കുന്ന ദേവദാസന്മാരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല പറഞ്ഞേക്കുന്നത്. ദൈവികമായിട്ടുള്ള വചനം മുളച്ച് ദൈവികമായിട്ടുള്ള നന്മകളുമായി ബന്ധമുള്ള ഒരു വ്യക്തി ഒരു കാര്യം കൽപ്പിച്ചാൽ അവിടെ സൃഷ്ടിക്കപ്പെടും. എലീശയിൽ സംഭവിച്ചത്. ഇനി നിങ്ങളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും വചനം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറിക്കരിയുമ്പോൾ ഞാൻ പറഞ്ഞു നല്ലതാണ് വചനം പറയണം, എന്നാൽ നിങ്ങളുടെ അകത്തോട്ട് വരുന്ന ഈ ആകുല ചിന്തകൾ, വചനം നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന വചനം നിങ്ങൾ എപ്പോഴേലും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ശീലിക്കണം. വചനം നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത്, നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് എവിടെയെങ്കിലും അസാധ്യമായ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ തനിയെ ഉളവായി വരുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ വചനങ്ങൾ മുളയ്ക്കുന്നുണ്ട്. അപ്പൊ ആ കയറി വന്ന ചിന്തകളെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനം, ഞാൻ ഉദാഹരണമായിട്ടാണ് പറയുന്നത് കേട്ടോ, നിങ്ങളിപ്പോൾ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം, ഒരു ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ വരിക, എൻ്റെ ബ്രദറെ ഞാൻ അങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാഴ്ച ബ്രദർ എൻ്റെ മനസ്സിലേക്ക് വന്നു, കുറേ ദൂതന്മാർ എൻ്റെ വരയ്ക്കകത്തോട്ട് വന്നിട്ട് എന്തൊക്കെയോ എനിക്ക് തരുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ വിഷയത്തിൻ്റെ അകത്ത് കുറേ ചിന്തകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുക. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വചനത്തിൽ മുന്നേറാൻ കഴിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ ബ്രദറെ, ഞാൻ എപ്പോഴും വചനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഇതാ സംഭവിക്കുന്ന അറിയാവോ, ഈ ചെടിയെ കൊണ്ടുവന്ന് 2 ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നത് പോലെ, ഗുണമൊന്നുമില്ല. എന്നാൽ വചനം കേൾക്കുന്ന അവിടെ യേശു പറഞ്ഞത് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ. വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് എപ്പോഴും മുള്ളുകളുണ്ട്. ഈ മുള്ളു കുത്തിക്കൊണ്ടേയിരിക്കും. മുള്ളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മോഹചിന്തകൾ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും കർത്താവിൻ്റെ വചനം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചില ചിന്തകൾ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം, അത് പറഞ്ഞ് ഞാൻ നിർത്താൻ വേണ്ടി പോവാം. ഇത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ വചനം കേൾക്കാനും കൂട്ടായ്മ ആചരിക്കാനും ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം കേൾക്കാനും കൂടുതൽ വചനം കേൾക്കാനും കൂടുതൽ വചനത്തിന്റെ കാര്യങ്ങളെ അറിയാനും കൂടുതൽ എവിടെയാണോ പ്രാർത്ഥന വെച്ച്, ഇനി കാട്ടിലാണോ പ്രാർത്ഥന വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാനും ടെൻഡൻസികൾ ഉണ്ടാകും. ഇങ്ങനെ ഒന്നും വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ അകത്ത് വചനം മുളയ്ക്കുന്നില്ല, നിങ്ങളുടെ ചിന്തകൾ വർദ്ധിക്കുന്നു, മുള്ളുപോലെ കുത്തുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ വചനം പറയുമ്പോൾ അല്പനേരമെങ്കിലും വചനത്തിൻ്റെ അകത്തുണ്ടാകുന്ന ചിന്തകളെ പ്രോത്സാഹിപ്പിക്കണം. എന്തുകൊണ്ടാണ് ഏലീശ ആ വീട്ടിലേക്ക് വന്ന സമയത്ത്, അയ്യോ എന്നെ കഷ്ടമാ എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, ഇവർക്ക് ഈ ഗതി വന്നല്ലോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകനായ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനായിരുന്നു, ഈ കുടുംബത്തിന് ആ ഗതി വന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഏലീശ അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കാത്തതിൻ്റെ കാരണം, ഗിൽഗാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഏലീശയുടെ അകത്ത് മൊത്തം നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിലുള്ള സാധ്യതകളാണ്. ഇങ്ങനെ ഒരു ചിന്തയ്ക്കകത്താണ് ഏലീശ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്കകത്ത് ഏത് പ്രതിസന്ധി വന്നാലും അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ചിന്തകൾ ദൈവികമായ സാധ്യതകളാ. അതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ പറ്റും, തബീത എന്ന പേരുള്ള യോപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സഹോദരി മരണപ്പെടുവാൻ ഇടയായി തീർന്നു. പത്രോസ് ലീഹായിന്റെ അടുക്കൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ലീഹായിനെ വിളിച്ചു വരുത്തി. അവിടെ ഉണ്ടായിരുന്ന പ്രാർത്ഥനക്കാരും സഭക്കാരും എല്ലാം എന്ത് ചെയ്തു? നല്ല ഒന്നാന്തരം ചർച്ചിന്റെ റീത്തൊക്കെ മേടിച്ച്, നല്ല ഒന്നാന്തരം ശവപ്പെട്ടിയൊക്കെ മേടിച്ച്, നല്ല ഒന്നാന്തരം വർഷിപ്പ് ടീമിനെയൊക്കെ വിളിച്ച് നല്ലൊന്നാന്തരം ഒരു യാത്രയെ ബൈബിൾ പറയുന്നു. ആ സഹോദരി തബീത എന്ന് പറയുന്ന ആ സഹോദരി വളരെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. അപ്പൊ നല്ല ഒന്നാന്തരം ഒരു യാത്രയപ്പ് വന്നു. അപ്പോഴറിഞ്ഞത് പത്രോസ് ലീഗ അവിടെ ഉണ്ട്, വലിയ ബിഷപ്പ് അവിടെയുണ്ട്. എന്നാൽ പിന്നെ പത്രോസ് ലീഗ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ശവാടക്കം നമുക്ക് ഒന്നുകൂടെ വലിയൊരു ആഘോഷമാക്കാം. ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു രാജകീയമാക്കാന്ന് വിചാരിച്ചു. കാര്യം പത്രോസ് ലീഗ വരുമല്ലേ.
അതുകൊണ്ട് പത്രോസ്ലീഹാനെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ ഓർത്തുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസ്ലീഹ വരുന്നു, പത്രോസ്ലീഹ റീത്ത് വെക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു, പത്രോസ്ലീഹ വന്ന ചടങ്ങാന്ന് അവർക്ക് പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പത്രോസ്ലീഹ വന്നിട്ട് പെട്ടെന്ന് പത്രോസ്ലീഹയുടെ അകത്തൊരു ചിന്ത വ്യാപരിച്ചു. ഉടനെ എന്ത് ചെയ്തു? കരഞ്ഞോണ്ടിരിക്കുന്നവരെല്ലാം പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് പത്രോസ്ലീഹ ആ ഒരു ശവവും, ഇങ്ങനെ പറഞ്ഞ ശവം എന്ന് പറഞ്ഞേക്കുന്നത് ഡെഡ് ബോഡിയും പത്രോസ്ലീഹയും മാത്രം ആ മുറിക്കകത്ത് മൊബൈൽ മോർച്ചറിക്കകത്ത് വെച്ചിരിക്കുന്നു. പത്രോസ്ലീഹ അവിടെ ഇരിക്കുന്നു. കരഞ്ഞവരും നിലവിളിച്ചവരും കാണാൻ വന്നവരും എല്ലാം പുറത്തിരിക്കുന്നു. അവിടെ ബൈബിൾ പറയുന്നു പത്രോസ്ലീഹ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു ചോദ്യം, പത്രോസ്ലീഹായെ എന്തുകൊണ്ടാണ് അങ്ങ് അവിടെയുള്ള ആൾക്കാരെ എല്ലാം പുറത്തിറക്കിയത്? എന്താണ് അങ്ങയുടെ അകത്ത് വ്യാപരിച്ച ചിന്ത? പത്രോസ്ലീഹ പറയും, ഞാൻ ഇവിടെ മരിപ്പ് കൂടാൻ വേണ്ടി വന്നത്, പക്ഷെ എൻ്റെ ഉള്ളത്തിൽ ഒരു ചിന്ത, അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. മരിച്ചയാൾക്ക് വേണ്ടി ഇനി എന്നാ പ്രാർത്ഥിക്കാനാ? മരിച്ചയാൾക്ക് വേണ്ടി എന്നാ പ്രാർത്ഥിക്കാൻ? പക്ഷെ എൻ്റെ ഉള്ളത്തിലൊരു ചിന്ത, പ്രാർത്ഥിക്കാൻ. ഉടനെ ആൾക്കാരെ എല്ലാം പുറത്തിറക്കിക്കൊണ്ട് ആ ഡെഡ് ബോഡി ഉള്ള സ്ഥലത്തിരുന്നു കൊണ്ട് ബൈബിൾ പറയുന്നു പത്രോസ്ലീഹ പ്രാർത്ഥിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥിച്ചതിന് ശേഷം ശവത്തിന്റെ നേരെ തിരിഞ്ഞു. അങ്ങനെ എഴുതിയേക്കുന്നത്. പ്രാർത്ഥിച്ച ശേഷം ശവത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് ബൈബിൾ പറയുന്നു, തബീത എണീറ്റു വാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവള് ജീവനുള്ളവളാ എണീറ്റ് വന്നു. എന്തുവാ നടക്കുന്നത്? പത്രോസ്ലീഹയുടെ ചിന്തക്കകത്ത് വ്യാപരിക്കുന്നത് ഉയർപ്പിന്റെ ശക്തിയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? അതുകൊണ്ടാണ് തോൽക്കൊല്ലക്കാരനായ ശീമോന്റെ ഭവനത്തിൽ പത്രോസ്ലീഹ നിൽക്കുമ്പോഴും അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ശീമോൻ വന്നിട്ട് പറഞ്ഞു, പത്രോസ്ലീഹായെ ഒരു 1/4 മണിക്കൂർ സമയം എടുക്കുക, എന്നാ ചെയ്യും? കാര്യം ഇപ്പോഴാണ് കടയിൽ നിന്ന് ഞങ്ങൾക്ക് സാധനം കിട്ടിയത്, ഇപ്പോഴാണ് അരിയും മറ്റു സാധനങ്ങളും ഗോതമ്പും ഒക്കെ കൊണ്ടുവന്ന്, ഞങ്ങൾ പെട്ടെന്ന് ഒരു ചപ്പാത്തി ഉണ്ടാക്കി തരാം രാവിലെ. നമ്മളാണ് എന്നെ ചെയ്തേനെ. എന്നാ കുഴപ്പമില്ല, ഉച്ചയ്ക്കല്ലേ പ്രാർത്ഥന, നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും ഫേസ്ബുക്കിൽ ഒന്ന് കയറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോയില്ല. പത്രോസ്ലീഹ നേരെ വെൺമാടത്തിൽ കയറിപ്പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ വചനം പറയുന്നു വിശപ്പ് കൊണ്ട് നിൽക്കാൻ മേലെ പത്രോസ്ലീഹയ്ക്ക്. പത്രോസ്ലീഹ എന്ത് ചെയ്തു? നേരെ വെൺമാടത്തിൽ കയറിപ്പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു ചിന്ത കണ്ടോ. അപ്പൊ എന്താ അതിന്റെ കാരണം? ഇവരുടെ അകത്ത് ഇവർ ഈ വചനത്തെ സംഗ്രഹിക്കുന്ന ആൾക്കാരാ. വചനം പറയുകയും ഞാൻ പറഞ്ഞു, നമ്മൾ ചുമ്മാ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അതും ഇതൊക്കെ ഓടി നടന്ന് ഈ വചനം കേൾക്കുക. നിവൃത്തി ഉണ്ടെങ്കിൽ ഓടി നടന്ന് വചനം കേൾക്കരുത്. ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ല എന്നാ കുഴപ്പമില്ല, കറി കരിയുമ്പോൾ അതിൻ്റെ അകത്ത് ശ്രദ്ധ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അല്ല, കൈ മുറിയും. കറി ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടിക്ക് പോകാൻ എന്ത് ചെയ്യരുത്? ഗോതമ്പൊടി ഇടരുത്, ശ്രദ്ധ മാറിപ്പോവും. അപ്പൊ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും നമുക്ക്. നമ്മളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചായ ഉണ്ടാക്കിക്കൊണ്ടാണ് നിങ്ങൾ വചനം സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. വചനത്തിന്റെ കേൾവിക്ക് ശ്രദ്ധ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ അകത്തെ ചിന്തകൾക്കും ശ്രദ്ധ കുറയും. ഇതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിന്റെ രാപ്പകൽ നിന്റെ വചനത്തിൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കേൾക്കുമ്പം നിങ്ങളുടെ അകത്തേക്ക് വരുന്ന ചിന്തകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അതിനുവേണ്ടി നിങ്ങൾ വചനം പറയണം. വചനം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ചിന്തകളെ ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് ചില സാധ്യതകൾ ഉണ്ടെന്നേ. അതിൻ്റെ അകത്ത് ദൈവം ചിലത് പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് മനസ്സിലാകാഞ്ഞിട്ട്. ഇവിടെ നോക്കിയേ, ഇവർ ചിന്തിച്ചോ, ഈ സഹോദരി ചിന്തിച്ചോ, വീട്ടിലെ എണ്ണ കൊണ്ടുവന്ന് ഞങ്ങൾ ഉപജീവന മാർഗം കഴിക്കുമെന്ന് ചിന്തിച്ചോ? നിങ്ങൾ പറ. അങ്ങനെ ചിന്തിച്ചോ അവര്? സമയം പറക്കും അല്ലേ? ഇല്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ആ സഹോദരി വന്നിട്ട് പറഞ്ഞേനെ, 10 ഓടി എണ്ണയായിട്ട് വന്നേനെ, വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അവർ ചിന്തിച്ചു പോലുമില്ല. എലീശ വന്നിട്ട് ആ വീട്ടിലെ എണ്ണ വർദ്ധിപ്പിക്കുമെന്ന് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ കടയിൽ നിന്നെങ്ങാനും പോയിട്ട് എന്ത് ചെയ്തേനെ? എണ്ണയും പാത്രവും ഒക്കെ ആയിട്ട് വന്നേനെ അങ്ങോട്ട് ഗിൽഗാലിലോട്ട്. പക്ഷെ എന്ത് ചെയ്തില്ല? ഇതൊന്നും എടുക്കാതെ കാലി പേഴ്സുമായിട്ടാണ് വന്നത്. കാലി പേഴ്സോട്ട് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഇങ്ങനെ എണ്ണ കൊണ്ടൊരു അത്ഭുതം ഉണ്ടാവുമെന്ന്. അപ്പൊ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ചിന്തിക്കും, നിങ്ങളുടെ മറുപടി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നിങ്ങളുടെ മറുപടി അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും വചനം പറയുമ്പോൾ, വചനം നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുമ്പം നമ്മൾ കൈതട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ അകത്ത് കയറി ചിന്തകളില്ലേ, മുള്ളുകൾ. ഇതേപോലെ വചനത്തിനും ചിന്തകളുണ്ട്. അത് മുള്ളല്ല, അത് നിങ്ങളെ തലോടുന്നതാണ്, ആശ്വസിപ്പിക്കുന്നതാണ്, സമാധാനവും അത്ഭുതവും തരുന്നതാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടത് അവിടെ ഉണ്ട്. രോഗസൗഖ്യമാണെങ്കിൽ രോഗം വന്ന വ്യക്തിക്കകത്ത് മുള്ളുണ്ട്.
ആ മുള്ള് കുത്തിക്കൊണ്ടിരിക്കും. മരണത്തിന്റെ ചിന്തയാണ് ആ മുള്ള്. മരിക്കും, രോഗം വന്ന് മരിക്കും, രോഗം വന്ന് കിടക്കും, രോഗം വന്ന് തീരും. ഈ മുള്ള് കിടപ്പുണ്ട് നമ്മുടെ അകത്ത്. അതുകൊണ്ടാണ് വചനം പറയുമ്പോഴും നമുക്ക് പെട്ടെന്ന് ടെൻഷൻ വരാൻ കാരണം ഈ മുള്ള് കുത്തുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തെ പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം? കണ്ണടക്കി ചിന്ത കൊണ്ട് തന്നെ ജയിക്കണം. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട് നമ്മളെ വചനത്തിലൂടെ. കണ്ണടച്ചുകൊണ്ട് വചനം പറയണം. അയ്യോ ബ്രദറെ, കണ്ണടക്കിയപ്പോൾ ഞാൻ ദേ മൂക്കും കുത്തി ഉറങ്ങി വീഴുക, നടന്നു, എണീറ്റ് അങ്ങ് നിൽക്കുക. അപ്പം മയങ്ങി വീഴത്തില്ലല്ലോ. അങ്ങനെ അങ്ങ് ശീലിച്ച പിന്നെ അങ്ങ് ഇരിക്കുമ്പോൾ ഉറക്കം വരത്തില്ല. കുറച്ചു നേരം നിന്നുകൊണ്ട് അങ്ങ് വചനം പറ. അപ്പം നമുക്കൊരു ചിന്തയില്ല, വീഴുമെന്നൊരു പേടിയുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഉറങ്ങത്തില്ല. ഹല്ലേലൂയ. ഈ മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥമൊക്കെ അതൊക്കെയല്ല. നമ്മൾ ചിന്തിക്കുന്നതിൽ മുട്ടുകുത്തുന്നത് പ്രത്യേകത ഒന്നുമില്ല. മുട്ടുകുത്തുമ്പോൾ നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ അറ്റൻഷൻ ആവും. അതിനുവേണ്ടി, അല്ലാതെ മുട്ടുകുത്തോട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കുറച്ചുകൂടെ അറ്റൻഷൻ ആവും നമ്മുടെ ശരീരം. നമ്മൾ ഈ ഇപ്പം നിങ്ങൾ കിടന്നുകൊണ്ട് വചനം കേൾക്കുന്ന ആൾക്കാരില്ലേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. മുഴുവൻ ബ്രദറെ, എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല ബ്രദറെ, ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. എങ്ങനെ ഉറങ്ങിപ്പോകാതിരിക്കും? തലവണയൊക്കെ വെച്ച് പുതച്ച് മൂടി ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് നിങ്ങൾ വചനം കേട്ടാൽ പിന്നെ നിങ്ങളെ പിശാച് എങ്ങനെ ഉറക്കാതിരിക്കും? ഇത്രയും സൗകര്യം ആരെങ്കിലും കിട്ടുമോ? ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ വചനം പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് മറുപടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതേപോലെ ചില ആക്ഷനുകളെ ചെയ്യുവാൻ കർത്താവ്, ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നില്ലല്ലോ, എൻ്റെ വന്നത് പെട്ടെന്ന് ചാടിപ്പോയി. നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത സൊല്യൂഷനുകളെയും കയറി വരുന്നുണ്ട്. ചില ആക്ഷനുകൾ ചെയ്യുവാൻ, ചില ആക്ഷൻ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. വചനം പറയുമ്പോൾ ചില ആക്ഷനുകൾ. ഞാൻ പണ്ട് എന്താ ചെയ്തത് എന്ന് ഒരു കാര്യം, ഒരു ആക്ഷൻ എൻ്റെ മനസ്സിൽ നിന്ന് ചാടിപ്പോയി. പണ്ടൊരു ദേവദാസൻ പറഞ്ഞൊരു ആക്ഷൻ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാനിത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം വചനം പറഞ്ഞാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കുറേ പേപ്പറിലോട്ട് പൈസ എഴുതി വെച്ചാൽ അത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പക്ഷെ എൻ്റെ മനസ്സിൽ വന്നത് വേറെന്തോ സംഭവമായിരുന്നു. ഒരു സാക്ഷിയാണ്, ചാടിപ്പോയി. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ട ഒരു എമൗണ്ട്, ഒരു 500 നോട്ട് പോലെ അദ്ദേഹം എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഒരു പേപ്പർ എഴുതിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് 10 ലക്ഷം രൂപയോ മറ്റോ തുക അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ 500 ഒരു കെട്ട് പോലെ ആക്കി എന്ത് ചെയ്തു, ഒരു പെട്ടിക്കകത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ്, എൻ്റെ ദൈവമോ 10 ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്തു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും സംഭവിച്ചില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പ്രാർത്ഥിച്ച വിഷയത്തെ പൈസയ്ക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ വേറൊരു വാതിൽ ദൈവം തുറന്നു. പക്ഷെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു ചിന്തയുണ്ടായി, ഒരു മിറക്കിൾ ഉണ്ടാകും, ഒരു മിറക്കിൾ ഉണ്ടാകുമെന്നൊരു ചിന്ത വല്ലാതെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ചില ആക്ഷനുകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ തരുന്നതാണ്. ഇതെപ്പോഴും ഞാൻ പറഞ്ഞ പലതാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നിങ്ങൾ എല്ലാ ദിവസവും അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല താനും. ആമേൻ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മുള്ളുകൾ നിങ്ങളുടെ ഉള്ളത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഭാരപ്പെടുകയൊന്നും വേണ്ട. ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊണ്ട് സങ്കടം തീരുന്നില്ല ബ്രദറെ. അത് മുള്ളുള്ളത് കൊണ്ടാണ് പേര്. മുള്ളിനെ ഒടിക്കണം, വാചനം കൊണ്ടങ്ങ് ഒടിക്കണം. ഈ മാവിന്റെ വിത്ത് അവിടെ ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് മുളച്ച് വരുമ്പോഴേക്കും ഉറുമ്പിനും കാറ്റിനും ഒക്കെ ഒരു ഇഷ്ടമാണ് അതിനെ അങ്ങോട്ട് ആടി ഒന്ന് നശിപ്പിക്കാൻ. പക്ഷെ അതങ്ങോട്ട് വളർന്ന് ചികിരങ്ങളൊക്കെ വന്ന് ചില്ലകളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇന്നലെ വരെ നടന്ന ഉറുമ്പുകൾക്ക് പിന്നെ അതിനെ തൊടാൻ പറ്റത്തില്ല. ഇതേപോലെ വചനം അങ്ങോട്ട് മുളയ്ക്കുന്ന വരെയൊക്കെയുള്ളൂ ഈ മുള്ളിന്റെ ശക്തി. ഇതിനെ ഓടിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഭവനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വചനം പറയണം. വെറുതെ വചനം പറയല്ല, കണ്ണടച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് എങ്കിലും, ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റ് എങ്കിലും. ആദ്യമൊക്കെ 5 മിനിറ്റ്, പിന്നെ അത് 1 മണിക്കൂറൊക്കെ ആക്കണം. ഉറപ്പായിട്ടും ആ ചിന്തക്കകത്തൊരു മറുപടി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? കൺക്ലൂഡ് ചെയ്യുവാണേ. ആ ചിന്തക്കകത്ത് എണ്ണ കിടപ്പുണ്ട്. പ്രവാചകൻ വീട്ടിൽ വന്നിട്ട് ആ എണ്ണ പ്രാർത്ഥിക്കുമ്പം എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് നല്ലൊരു ആക്ടിവേഷൻ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞു തരാം. വീട്ടിൽ അരി സൂക്ഷിച്ചു വെക്കുന്ന അരിക്കലവോ പയറും മറ്റും പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഞാൻ പറയാം, അതിൻ്റെ അടുത്ത് പോട്ടെ. ഒരു ഉദാഹരണമായിട്ട് പറയാം. നമുക്കറിയാം, ഈ ആൾക്കാർ കളിയാക്കുന്നവരുണ്ട്, കർത്താവ് എന്നെ അരി തരുന്ന ആളുണ്ടോ? ഈ പറയുന്ന ആൾക്കാരൊക്കെ പട്ടിണി കിടക്കുന്ന ആൾക്കാരൊന്നുമില്ല, അവർ നന്നായിട്ട് കഴിക്കുന്നവരൊക്കെ തന്നെയാണ്. പിന്നെ വിമർശിക്കാൻ ഇഷ്ടമാണല്ലോ, പിശാചിനെ പോലെ തന്നെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നിങ്ങളുടെ അരിക്കലത്തെ ഉദാഹരണമാണ്, അരിക്കലത്തെ പോയിട്ട് കൈ വെച്ചിട്ട്, യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചുമ്മാ ഉദാഹരണമാണ്, നിങ്ങളുടെ അരിക്കലത്തെ കൈ വെച്ചിട്ട് പറയണം.
എന്താണ് ഈ അരിക്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഹാരം കഴിക്കണമെങ്കിൽ അരി വേണമല്ലോ, അരി മേടിക്കണമെങ്കിൽ കാശ് വേണമല്ലോ, കാശ് കിട്ടണമെങ്കിൽ ജോലി വേണമല്ലോ, ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അകത്ത് നമുക്ക് ശമ്പളം തരാൻ വേണ്ടി വഴി തുറക്കണമല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ അരിക്കലത്തിൽ നന്മ വരത്തുള്ളൂ. നിങ്ങൾ ആ കഞ്ഞിക്കലത്തെ പോയിട്ട് പറയുക, കർത്താവെ വർദ്ധിക്കും വർദ്ധിക്കും വർദ്ധിക്കും, യഹോവ എൻ്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും. ആവർത്തന പുസ്തകം 28-ാം അധ്യായമാണ്. ഇത് വർദ്ധിക്കും വർദ്ധിക്കും എന്ന് പറയുമ്പോൾ ഇത് വർദ്ധിക്കുമ്പോൾ ഇവിടെ വർധനവുണ്ടാകും. ഇത് നിങ്ങൾ കൈവച്ച് പറയുമ്പോൾ ഇവിടെ വർധനവുണ്ടാകുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ വർധനവുണ്ടാവും, നിങ്ങളുടെ ബിസിനസ്സിൽ വർധനവുണ്ടാവും, വരുമാന മാർഗത്തിലെല്ലാം ഇത് സ്പ്രെഡ് ചെയ്യും. ഇതാണ് ഫെയ്ത്തിന്റെ ആക്ഷൻ. ഇത് ഈ ചിന്തകളെ നിങ്ങളുടെ ചിന്തക്കകത്ത് ഒരു വിടുതൽ കിടപ്പുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ചിലർ പറയും, ബ്രദറെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുക, ഇന്ന് രാത്രിയിൽ എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ മനസ്സ് പറയുക. ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, പെട്ടെന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുക, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. കണ്ടോ? അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി പറയും, ഇതേ സഹോദരി ഞാൻ വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നേ, ഒരു വഴിയുണ്ട് കേട്ടോ. എലിയാവിന്റെ കാക്കയെ പോലെ ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തി. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ചിന്ത മിസ്സായി പോയത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് വചനം പറഞ്ഞപ്പോൾ എവിടെയൊക്കെയോ ശൂന്യതയുണ്ടായത്. ചിന്തകൾ മിസ്സായി പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എനിക്ക് ഈ വിഷയം വല്ലാതെ ഇഷ്ടപ്പെട്ടു. വരും ദിവസങ്ങളിൽ പിന്നെയും നമുക്ക് സമയത്തിന്റെ ലിമിറ്റേഷൻ ഇല്ലാതെ ചിന്തിക്കുവാൻ കർത്താവ് അവസരം തരട്ടെ. അപ്പൊ ഈ ദിവസങ്ങളിൽ വചനം പറയുമ്പോൾ സൊല്യൂഷൻ ചിന്തക്കകത്തുണ്ട്. മുള്ളുപോലെ കുത്തുന്ന ചിന്തയുണ്ടെങ്കിൽ അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ചിന്തയും അകത്തുണ്ട്. ഇത് തന്നെ ഉണ്ടായി വരും. വചനം ഒന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ വലിയ വർധനവുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ നന്മ കയറട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന നന്മകൾക്കകത്ത് ഞങ്ങളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇന്ന് കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നതെല്ലാം മാറട്ടെ, അൺലോക്ക് ആകട്ടെ. ആ വചനം പറയുമ്പോൾ അവരുടെ ഉള്ളത്തിലേക്ക് സാധ്യതകൾ തുറന്നു വരട്ടെ. അവർ ചിന്തിക്കുന്നത് ഇന്ന വഴിയാന്നാണ്, അതെല്ലാം തകർന്നിട്ട് സ്വർഗത്തിന്റെ വഴികൾ ആ വിധവയുടെ ഭവനത്തിൽ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ വിധവ പോലും ചിന്തിച്ചില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ കടം വീട്ടുവാനും വരുമാന മാർഗത്തിനൊരു വഴി എൻ്റെ വീട്ടിൽ ഞാൻ മേടിച്ച് തീർത്ത് വെച്ചിരിക്കുന്ന എണ്ണക്കുപ്പിക്കകത്ത് മറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. പക്ഷെ ദൈവം കണ്ടിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറം. നന്ദി കർത്താവേ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എബിൻ എന്നു പേരുള്ള ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറഞ്ഞു. എബിൻ എന്ന് പറയുന്ന ഒരു മകനെ ദൈവം തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എബിന് ഒരു സഹോദരിയും കൂടെ ഉണ്ട് ആ ഭവനത്തിൽ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എബിനെയും എബിന്റെ സഹോദരിയെയും അനുഗ്രഹിക്കുമ്പോൾ തന്നെ ആ ഭവനത്തെ കർത്താവ് കണ്ടിരിക്കുന്നു. എന്നോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു വാക്ക് പറയുകയാണ്, നിങ്ങൾ പൂക്കും കായ്ക്കും ഫലം കായ്ക്കും എന്ന് കർത്താവ് പറയാൻ വേണ്ടി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുക. കർത്താവ് ഭവനത്തെ ഫലം കായ്ക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ വേണ്ടി പോകുന്നു. ഞെരുക്കങ്ങൾ വിശാലമാകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവേ, അവരുടെ അവസ്ഥകൾ മാറട്ടെ. അവരുടെ തിന്മകൾ എല്ലാ വിധമാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ അത്ഭുത സാക്ഷ്യം ഇന്ന് അവിടെ തുറക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. എന്റെ മൂത്ത മോന്റെ പേര് എബൻ സെബീസക്. അവനൊരു സഹോദരിയുണ്ട്, സെലസ്റ്റിയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്രദറെ ഏറ്റെടുത്തു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പൂത്ത് കായ്ച്ച് ഫലം കായ്ക്കാൻ വേണ്ടി ഇന്ന് രാത്രി മുതൽ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ പ്രവചനത്തെ ഞങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന ഈ ദിവസങ്ങളിൽ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം അവർ അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചവർ പറയാം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആരാധന യേശുവേ. നന്ദി പിതാവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നപ്പ. യേശുവേ നന്ദി കർത്താവേ. യേശുവേ നന്ദി കർത്താവേ. ഇന്ന് അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കാണിക്കുന്നു. അതായത് റെഡ് കളറിലെ ബൈബിൾ, അതായത് POC ബൈബിൾ ഇരിക്കുന്ന ഒരു ഹോള് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ POC ബൈബിളിന്റെ അകത്ത് തന്നെ ഒരു ഫോട്ടോ
ആ ഫോട്ടോ ഇപ്പം തന്നെ എടുത്ത് മാറ്റിയേക്കണം. ഫോട്ടോ വെക്കാനുള്ള സ്ഥലമല്ല ബൈബിള്. ആ ബൈബിളിൻ്റെ അകത്ത് ഒരു ഫോട്ടോ ഒരു ബൈബിളിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കുടുംബത്തെ കർത്താവ് ഇപ്പനെ കാണിക്കണം. അതിരിക്കുന്നത് ലോഞ്ചിലാണ്, കയറി വരുന്നിടത്തൊരു ഹോളിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ 3 പേരുടെ ഫോട്ടോ അതിൻ്റെ അകത്തുണ്ട്. ആ 3 പേരിൽ നടുക്ക് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ അത്ഭുതം എന്നവിടെ തുറക്കട്ടെ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഞാൻ ആ ഇതിക്ക് വേണ്ടി തുറന്നു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കർത്താവെ തുറക്കുന്നപ്പ നന്മകൾ ആ കുടുംബത്തിൽ തുറക്കട്ടെ. അപ്പ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറക്കുന്നപ്പാ ആ കുടുംബത്തിന്റെ മേൽ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഈ അടയാളം നിങ്ങളുടെ ഭവനത്തിലാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റെടുത്താൽ മതി. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ ഫോട്ടോയിലുള്ള നടുക്ക് നിൽക്കുന്ന വ്യക്തിയുടെ മേൽ കൈവച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്നിട്ട് ഇപ്പോൾ തന്നെ തുറന്ന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹത്തെ ഞങ്ങൾ ഇപ്പോൾ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ ദൈവപ്രവർത്തിക്കായതെന്ന് പറയുന്നപ്പോൾ ഞാൻ എല്ലാവരെയും ഓൾ മ്യൂട്ട് പറയാൻ വേണ്ടിയാണോ? അല്ല, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തിട്ട് മുഴുവൻ ആലോചനയും പറയാം. അതിനുശേഷം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ ഏറ്റെടുത്താൽ മതി. നന്ദി കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്നവിടെ തുറക്കുന്നല്ലോ അപ്പ. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. സെക്കരിയാവിന്റെ പുസ്തകത്തിലെ ഒരു വാക്യം, ഒരു ഭവനത്തിന്റെ അകത്ത് ആ ഒരു സെക്കരിയാവിന്റെ പുസ്തകത്തിലെ വചനം, ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു വചനത്തിന്റെ വാക്യം, ഒരു നമ്മൾ കണ്ടില്ലേ, വാക്യങ്ങൾ ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് പോലെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വചനത്തെ കർത്താവ് നിങ്ങൾക്ക് അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം ആ വചനത്തെ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ദൈവവചനത്തിൻ്റെ മേൽ സാക്ഷ്യത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇന്ന് തുറന്നു വരുന്നല്ലോ. സകലത്തിന്റെ മേലും ദൈവത്തിന്റെ അത്ഭുതത്തെ കർത്താവ് അങ്ങ് തുറക്കുന്നല്ലോ. സകല വിഷയത്തിന്റെ മേൽ കർത്താവ് അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറക്കുന്നപ്പ നന്മയായി മാറട്ടെ, സാക്ഷ്യമായി തീരട്ടെ. സകല വിഷയവും ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നപ്പ. അവരുടെ ജീവിതത്തിൽ അധികാരത്തോടെ നന്മകൾ തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ ഒരു ഭവനത്തെ, മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഒരു ഭവനത്തിൻ്റെ അകത്ത് തന്നെ ഈ ഓർഗൺ, അതായത് പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു ഓർഗണാണ്, വായിക്കുന്ന കീബോർഡ്. അത് പിള്ളേർക്ക് വേണ്ടിയുള്ളൊരു കീബോർഡാണ്. അത് ഇരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ റോസ് കളറിലുള്ള ഒരു കളിപ്പാട്ടം പോലത്തെ ഒരു സംഭവം കൂടെ അതിനെ തൊട്ടടുത്ത് കിടക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കിടക്കുന്നതും അവിടുത്തെ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ഈ ദിവസങ്ങളിൽ വലിയൊരു വെല്ലുവിളിയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ അവസ്ഥകൾക്കകത്ത് ദൈവം ഒരു വ്യത്യാസത്തെ വരുത്താൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ദൈവികമായ പ്രവർത്തികൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അത് സൃഷ്ടിക്കപ്പെടുന്നല്ലോ. അവരുടെ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അങ്ങ് തുറന്നു വിടുന്നല്ലോ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കർത്താവിനെ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ നന്മയായി തീരട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നില്ലപ്പ. ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടൊരു വക്കീൽ നോട്ടീസ് പോലത്തത് ആ ഒരു വീടിൻ്റെ അകത്ത് കൈപ്പറ്റി കൈവച്ചിരിക്കുകയാണ്. അതൊരു വക്കീൽ നോട്ടീസ് ഞാൻ കാണുന്നത് മകളുമായി ബന്ധപ്പെട്ടൊരു വക്കീൽ നോട്ടീസുമാണ്.
ആ കുടുംബത്തിലെ മകളുമായി ബന്ധപ്പെട്ടൊരു വക്കീൽ നോട്ടീസാണ് കൈപ്പറ്റിയിരിക്കുന്നത്. അതിൻ്റെ മേൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ആ വ്യക്തിയെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളെ കൊണ്ടുവന്നിട്ട് ജീവിതത്തിൻ്റെ അകത്ത് വിള്ളലുകളെ ഉണ്ടാക്കാൻ നോക്കിയ സകല പിശാചിന്റെ പ്രവൃത്തികളെയും ദൈവം ഇന്ന് നീക്കി നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു പ്രാർത്ഥിക്കുന്നവ. ഓ യേശുവെ, നന്ദി കർത്താവേ. അങ്ങയുടെ അത്ഭുതകരമായ സാക്ഷ്യം എന്ന കുടുംബത്തിന് മേൽ തുറന്നു വരട്ടെ. പ്രതിസന്ധികൾ നീങ്ങട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. ഇപ്പോൾ ഞാൻ തുറക്കുന്ന കർത്താവ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. വലിയ നന്മകൾ ആ കുടുംബത്തിന്റെ അകത്ത് പ്രവേശിക്കട്ടെ. വലിയ നന്മകളാൽ കർത്താവ് ആ കുടുംബത്തെ അങ്ങ് നിറയ്ക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ അകത്ത് നിങ്ങൾ പകുതി പ്രോപ്പർട്ടി അതിൻ്റെ അകത്തുനിന്ന് വിറ്റു. അത് വിറ്റതിന് ശേഷവും നിങ്ങൾക്ക് ആ കടത്തിൻ്റെ അകത്തുനിന്നും മോചനം ലഭിച്ചില്ല. പിന്നെ അതിൻ്റെ ഒരു ബാക്കി ഭാഗം അവിടെ കിടപ്പുണ്ട്. അതും കൂടെ വിൽക്കുവാൻ വേണ്ടി ഇങ്ങനെ നോക്കുവാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില നന്മകളെ തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തി ഇവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ. ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു രോഗമുള്ള ഭാഗത്ത് കൈയൊന്ന് വെച്ച് എന്നിട്ട് പറഞ്ഞ്, എൻ്റെ കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് രോഗശക്തിക്ക് എൻ്റെ മേൽ അവകാശമില്ല. ഇപ്പോൾ എൻ്റെ സൗഖ്യമാണ്. എൻ്റെ സകല ബ്ലഡിലെയും ശരീരത്തിലെയും കൗണ്ടുകളൊക്കെയും ഇപ്പോൾ നോർമലാണ്. പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സൗഖ്യവും എൻ്റെ അവകാശമാണ്. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം ദീർഘായുസുമുണ്ട്. ഞാനൊരു അത്ഭുതമാണ്. ഇപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ മേൽ ഞാനത് അനുഭവിക്കുന്നു. ഞാനതിനെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു. വലിയ സാക്ഷ്യമായി കർത്താവിൻ്റെ ശരീരത്തെ മാറ്റുന്നല്ലോ. നന്ദി പിതാവേ. അങ്ങയുടെ വലിയ മഹത്വത്തെ അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നു. വലിയ പ്രവർത്തികളാൽ അങ്ങ് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയായി സ്വർഗം തീർക്കുന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ആ സൗഖ്യം നടക്കുന്നല്ലോ. അത്ഭുത സൗഖ്യം. ആ കണ്ണാടിയൊക്കെ മാറ്റിയിട്ട് പറഞ്ഞ്, ഞാൻ കണ്ണാടി ഇല്ലാതെ കാണും. എൻ്റെ ചെവി കേൾവി വർദ്ധിക്കുന്നു. എൻ്റെ നാവെടുത്ത് ഞാൻ സംസാരിക്കുന്നു. ഞാൻ ആരോഗ്യത്തോടെ കിടക്കുന്ന രോഗികൾ പറഞ്ഞ് ഞാൻ നടക്കും, ചാടും, ഓടും, ദൈവത്തെ ആരാധിക്കും. ഞാൻ ലോകം പോയി കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നു. വലിയ അത്ഭുതത്തെ തുറക്കുന്നപ്പാ. ഇപ്പോൾ ഈ നിമിഷം തന്നെ അത്ഭുത രോഗസൗഖ്യം അവകാശമായി ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനത്തെ കെടുത്തുന്ന സകല ദുരാത്മാക്കളും കുടുംബം വിട്ട് മാറിപ്പോട്ടെ. യേശുവിന് എല്ലാ പാരമ്പര്യ ശക്തികളും ആ കുടുംബം വിട്ട് മാറിപ്പോട്ടെ. ദുഷ്ടാത്മ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഭവനം വിട്ട് മാറിപ്പോട്ടെ. ദുരാത്മാക്കളെ ശരീരം വിട്ട് മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗാത്മാക്കൾ, കുടുംബത്തിൻ്റെ അകത്ത് നന്മയെ തടയുന്ന സകല പിശാചുക്കൾ ആത്മാവിൽ ഞങ്ങളതിനെ വെട്ടിവിടുന്ന കർത്താവേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗം നമ്മളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ, ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം പറയാനുള്ള അവസരമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാനിതിനു മുമ്പായി കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴോട്ട് പോകത്തില്ല. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകും. ഈ വരാൻ പോകുന്ന ലോകരാജ്യങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾക്ക് ഈ വീത ഒരു അനുഗ്രഹമാവും. കർത്താവ് എല്ലാ ഇടങ്ങളിലും പോയി സഹോദരങ്ങളെ കാണുവാനും അവരിലൂടെ വലിയൊരു ഉണർവിനെ കർത്താവ് ചെയ്യുവാനും ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്ന സമയമാണ്. ഞങ്ങൾ അതിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. വീതകളെ ബ്ലസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയമല്ല. ആരോടെങ്കിലും സാക്ഷ്യമുള്ളവരോ ആലോചന ഇടപെട്ടവരോ, ഒരേ ആലോചന ഒരേപോലെ ഇട്ടവരോ വേണ്ട, നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് പറയാം. പറഞ്ഞാട്ടെ. പറഞ്ഞു പാസ്റ്റർ,
ബ്രദർ, ട്രിവാൻഡ്രത്ത് നിന്ന് സിന്ധു ആണ് സംസാരിക്കുന്നത്. ഇന്നലെ എനിക്ക് ടെസ്റ്റിമണി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ തിരക്കായതുകൊണ്ടാ പറയാത്തത്. പിന്നെ ഇന്നലെ മെനിഞ്ഞാന്ന് നടന്നൊരു സംഭവമാണ്. പിന്നെ എന്റെ മോൻ 2 പ്രാവശ്യം ബ്രദറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവന് UK-യിൽ 2 സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും പൈസ വേണം, ജപ്തിയായി നിൽക്കുന്ന വീടാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്രദറിനോട് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്കോളർഷിപ്പ് ഇരിക്കവേ തന്നെ ബാങ്കില് ബാക്കി നമുക്ക് 30 lakhs കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് അവന്റെ കോളേജിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന്, ബെൽഫാസ്റ്റിൽ നിന്ന് അക്കോമഡേഷന് വേണ്ടിയിട്ട് ഇപ്പൊ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് ഒരു 31,000 അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്കോളർഷിപ്പും കിട്ടി, മറ്റേ പൈസയും ഒന്നും ആയില്ല. ഇങ്ങനെ അപ്പോഴും ഞാൻ മോനെ, ദൈവത്തിന്റെ കയ്യില് ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ആ പൈസ കിട്ടും, ധൈര്യപ്പെട്ടിരിക്കുന്ന അവനെ ബലപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രദറെ. പക്ഷെ 2 ദിവസമായിട്ട് 2 days ആണ് അവര് നമുക്ക് ടൈം തന്നത്. നമുക്കത് പൈസ അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നലെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് മോൻ കിടന്ന് ഉറങ്ങായിരുന്നു. അവൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിടന്ന് ഉറങ്ങായിരുന്നു. ഒത്തിരി കോള് വരുന്നതുകൊണ്ട് അവൻ എടുത്തു വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവർ ആ റെന്റ് അഡ്വാൻസ് കുറച്ചിട്ട് ഇപ്പം UK ടൈം 4 മണിക്കകത്ത് അടയ്ക്കുകയാണെങ്കിൽ 13,000 രൂപ അടച്ച് നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, അക്കോമഡേഷന് വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഞങ്ങൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 31,000 രൂപയ്ക്ക് വേണ്ടി സ്വരൂപിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് 13,000 രൂപ മതി എന്നുള്ളത് അറിഞ്ഞു. അത് അക്കോമഡേഷന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി, അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യാൻ പറ്റി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഭയങ്കര നട്ടല് വേദനയായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും മോളെ കൊണ്ട് ഇങ്ങനെ തടയിപ്പിക്കും, പ്രാർത്ഥിക്കും, കർത്താവേ ഇത് പോണേ. അപ്പോഴാ സമയത്ത് ബ്രദർ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, ആ സൗഖ്യത്തെ സ്വീകരിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ വചനത്താൽ ജനിച്ചവർ, വീണ്ടും ജനിച്ചവർക്ക് അതിന്റെ അവകാശമുണ്ട്. ആ ഒരു പറഞ്ഞ ഒരു സമയത്ത് എനിക്ക് മൈൻഡിൽ വല്ലാത്തൊരു ഫീലായി. ഞാൻ പറഞ്ഞു, കർത്താവേ, പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ നട്ടല് വേദന പോയതിനാൽ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് അതങ്ങ് വിട്ടു ബ്രദർ. പക്ഷെ എന്റെ മോള് അന്ന് പിറ്റേ ദിവസം ആയപ്പോ അവള് കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ മൂവിന്റെ സ്പ്രേ മേടിച്ചോണ്ടാണ് വന്നത്. കാരണം ഞാൻ രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവളോട് ചോദിച്ചു, നീ ഇപ്പൊ ഇത് എന്തിനാ വാങ്ങിയത്? അമ്മയ്ക്കല്ലേ നട്ടല് വേദനയെന്ന്. ബ്രദറെ, ആ സമയത്താണ് എനിക്ക് നട്ടല് വേദന ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ അറിയുന്നത്. ആ ക്ഷണത്തിൽ എല്ലാം പോയി. ഇവിടെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയാണ്. കേരളത്തിൽ മഴയാണ്, അതിൽ കൂടെ ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയാണ്. ഇന്ന് എനിക്ക് ഒത്തിരി തുണികൾ കഴുകാനും ജോലി ചെയ്യാനും എന്തോ ഒരു വല്ലാത്തൊരു ആരോഗ്യമായിരുന്നു. അതിന് എനിക്കൊരു ഭയങ്കര സന്തോഷം. അതാണ് എന്റെ സാക്ഷ്യം. ആമേൻ, ആമേൻ. പ്രിയ സിസ്റ്റർ, എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്റർക്ക് നടുവിന്? നടുവിന് എനിക്ക് തോന്നുന്നു എപ്പോഴും ഉണ്ട് ബ്രദറെ. തൈലം ഇടും, പിന്നെ ആയുർവേദ കോളേജിൽ പോവും, നോക്കും, എടുക്കും. ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്ന. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അങ്ങ് വേദനയായിരുന്നു. എനിക്ക് ഭയങ്കര വേദന. എനിക്ക് ഇരിക്കാൻ വയ്യ. ബൈബിൾ വായിക്കാൻ ഞാൻ എന്റെ മൊബൈലിലാണ് ബൈബിൾ ഞാൻ വായിക്കുന്നത്. കാരണം കിടന്ന് എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ, അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല. ആ ടെയിൽ ബോണിന്റെ അവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. കംപ്ലീറ്റ് എന്റെ വേദന പോയി. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ്. 2 സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഒന്ന് മോന്റെ കാര്യത്തിൽ, അവനെ ദൈവം ഈ UK-യിൽ കൊണ്ടുവരാന്നുള്ളത് വലിയൊരു വാക്തത്വമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വഴികൾ, ഞാൻ പറഞ്ഞില്ല, എല്ലാ യാത്രകളും ദൈവത്താൽ ഉള്ളതല്ല. പക്ഷെ ചില യാത്രകൾ ദൈവ നിയോഗത്തിലുള്ള യാത്രയുണ്ട്. അവിടെ നമുക്ക് ഒരിക്കലും ഭാരമല്ല. പ്രിയസ് പറഞ്ഞത്, അതിന്റെ വഴികൾ ഓരോന്നായി മകന് മുമ്പിൽ തുറക്കുന്നുണ്ട്. അതുകൂടാതെ പ്രിയസ് പറഞ്ഞത് തന്നെ 4-5 വർഷമായിട്ട് പലയിടങ്ങളിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടും വേദനയില്ല. മോള് തിരുമ്മി മടുത്തതാണ്. പറഞ്ഞ പോലെ തന്നെ കുറെ നാള് പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും കാണുന്നില്ല. പക്ഷെ ഒരു ദിവസം പറഞ്ഞു, സൗഖ്യത്തെ കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിച്ചു, അതിനെ പ്രഖ്യാപിച്ചു. നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മൾ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് രോഗം നമ്മുടെ ശരീരത്തിൽ വേണ്ടല്ലോ. ആമേൻ. അതെ, സൗഖ്യമാണ് നമ്മുടെ അവകാശമെന്ന് സിസ്റ്റർ പറയാൻ തുടങ്ങി. മോൾ എന്ത് ചെയ്തു, പോയിട്ട് വന്നപ്പോഴേക്കും മറ്റേ സ്പ്രേ ഒക്കെ ആയിട്ടാണ് വന്നത് വേദനയ്ക്കുള്ള. പക്ഷെ മറന്നുപോയി. എന്നാലോചിച്ച് 3-4 വർഷമായിട്ട് അതികഠിനമായ വേദന ഉണ്ടായിരുന്ന ആൾ മറന്നു പോകുന്ന രീതിയിൽ ആ വേദനയുടെ ശക്തിയെ യേശു പറിച്ചു മാറ്റിയിരിക്കുന്നു. സൗഖ്യം നമ്മുടെ അവകാശമാണ്. സിസ്റ്റർ തീർച്ചയായിട്ടും നമ്മുടെ നടക്കാൻ പോകുന്ന ട്രിവാൻഡ്രം മീറ്റിംഗിൽ ഈ സാക്ഷ്യം പറയണം. സിസ്റ്ററെ പോലെ തകർന്നിരിക്കുന്ന രോഗാവസ്ഥയിലിരിക്കുന്ന അനേകർക്ക് ചാടി എണീക്കുവാൻ ഈ സാക്ഷ്യം ഒരു ഉപകാരമായി തീരും.
ഇതൊരു അനുഗ്രഹമായി തീരും. ഞാൻ ഉറപ്പിച്ചു പറയും, ഇത് കേൾക്കുന്നവർക്ക് തന്നെ കർത്താവിന്റെ സൗഖ്യമായി തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇത് അനേകരോട് പറയണം, ഇന്ന് മുതൽ പറയണം, എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെയും സൗഖ്യമാക്കും. നടുവേദന മാത്രമല്ല, ഏത് രോഗത്തിൽ നോക്കി പറയണം, ഞാനൊരു വാക്ക് കൽപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞോണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ല, അവകാശങ്ങളുടെ മേൽ കൽപ്പിക്കുന്നവരാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും തലമുറകളെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. മോൻ പറഞ്ഞോളെ തന്നെ ഈ രാജ്യത്ത് വെച്ച് കാണണമെന്നാണ് മോന്റെ ആഗ്രഹം. അതുപോലെ തന്നെ കർത്താവ് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഞാൻ മേരിക്കുട്ടി മൈസൂരിൽ നിന്ന് വിളിക്കുന്നു. പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നില്ല, ഒരുമിച്ച് പറഞ്ഞു. ഹലോ, ഫൈസലോൺ ബ്രദറെ കേൾക്കുന്നോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. മോൾ ഒരു വർഷമായിട്ട് ജർമ്മനിലെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു ബ്രദറെ. പക്ഷേ മോള് 2 വിഷയം കിട്ടി, ബാക്കി 2 വേണ്ടി ഭയങ്കരമായിട്ട് എക്സാം ഒത്തിരി എഴുതിയിട്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല ബ്രദറെ. പക്ഷേ എന്നാൽ കഴിഞ്ഞ മാസം 23-ാം തീയതി മോൾ എക്സാം എഴുതി പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രദർ അവളുടെ പേര് ചൊല്ലി കർത്താവ് അവളെ കണ്ടു, അത്ഭുതം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഇന്ന് റിസൾട്ട് വന്നു ബ്രദറെ. ഫുൾ മൊഡ്യൂൾ അവൾക്ക് കിട്ടി ഇന്ന്. എല്ലാ മഹത്വം ദൈവത്തിന് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്ററുടെ വാഗ്ദത്തമാണത്. പോകാനുള്ള വഴികളും കർത്താവ് തുറന്നുകൊണ്ടിരിക്കുന്നു ബ്രദറെ. മെനിഞ്ഞാന്ന് ഇതുപോലെ സാക്ഷ്യം പറഞ്ഞായിരുന്നു, അതിന്റെ തുകയുടെ ആവശ്യങ്ങളെ കുറിച്ചും കർത്താവ് ആ വഴിയും തുറന്നു. എല്ലാ മഹത്വം യേശുവപ്പന്. പക്ഷെ ഈ വചനത്തിലൂടെ ഒത്തിരി ഞാൻ ബലപ്പെട്ടു ബ്രദറെ. ഇപ്പൊ ആരോടും പ്രാർത്ഥിക്കാനോ പ്രാർത്ഥന ചോദിക്കുകയോ ആരോടും പ്രാർത്ഥിക്കാൻ പറയുകയോ ഒന്നും ചെയ്യാതെ ഞാൻ സ്വന്തമായിട്ട് ബ്രദറെ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും കർത്താവ് എനിക്ക് വിടൽ തന്നുകൊണ്ടിരിക്കുന്നു. എനിക്കത് അത്ഭുതമെന്ന് തോന്നുന്നു ബ്രദറെ. ഈ സൂമിലൂടെ എനിക്ക് ഒത്തിരി പ്രയോജനമായി വചനം കേട്ട് ബ്രദറിന്റെ ബലപ്പെട്ടു ബ്രദറെ. എല്ലാം മഹത്വം ദൈവത്തിന് ബ്രദറെ. നന്ദി കർത്താവ്. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മോളുടെ വിഷയം കർത്താവ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. മോളുടെ പേര് ദൈവാത്മാവ് പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി അവൾക്ക് വേണ്ടി വഴി തുറക്കാൻ വേണ്ടി പോകാൻ നമ്മൾ കേട്ടു. കർത്താവ് ആ സാക്ഷ്യങ്ങളും കേൾക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മോള് ജർമ്മനി, ഓരോ രാജ്യത്തും നിൽക്കുന്നതോട് നിങ്ങൾ ഓർത്തോണം, നമുക്ക് ആ രാജ്യങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ ദൈവം അനുവദിച്ചാൽ നമ്മൾ കാണുന്നുണ്ട്. വെറുതെ വന്ന് കാണുമല്ല, നിങ്ങളെ ഒരുമിച്ച് കാണുന്നതും നമ്മൾ ഓരോ രാജ്യത്തും പ്രാർത്ഥനകളെ ക്രമീകരിക്കുന്നത് നിങ്ങൾക്ക് ആ രാജ്യത്ത് കർത്താവ് നിങ്ങളെ ആക്കി വെച്ചതാണ്. അവിടെ നിങ്ങൾ ഫലം കായ്ക്കണം. അവിടെ പോയി നിങ്ങൾ അടിമകളാകാൻ വേണ്ടിയല്ല. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഏത് രാജ്യത്ത് ചെന്നാലും നിങ്ങൾ വേണം, ഞാൻ ഈ രാജ്യത്ത് വാഴും. ബൈബിൾ പറഞ്ഞ പോലെ സമുദ്രത്തിലെ നന്മ എൻ്റെ അടുക്കിലേക്ക് വരും, ജാതികളുടെ സമ്പത്ത് എൻ്റെ അടുക്കിലേക്ക് വരുമെന്ന് പറയണം. ആ രാജ്യത്ത് നമ്മൾ ഫലം കായ്ക്കും, ദൈവം സാക്ഷിയാക്കുമ്പോൾ. എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും കർത്താവ് ഇവിടെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് വേണം. ഇവിടെ ഞങ്ങൾ സത്യവചനത്തിന് ഒരു വക്താക്കളാകുക ദൈവം ഞങ്ങൾ നിർത്തണമെന്ന് പ്രാർത്ഥിക്കണം. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളൊരു? പറഞ്ഞാട്ടെ. മേരിക്കുട്ടി ആന്റണി മൈസൂരിലാണ്. കേൾക്കുന്നു? കഴിവതും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരാൾ പറയുമ്പം ഇവിടെ ബാക്കി ആളുകളെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് പറയുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എല്ലാം പ്രോബ്ലം ആവും. അതുകൊണ്ട് ഒരാൾ പറയുമ്പോൾ മറ്റാൾക്കാർ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളെ മ്യൂട്ട് ചെയ്യുന്നതാണ്, അതിന് ശേഷം നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. സിസ്റ്റർ പറഞ്ഞോട്ടെ. ഞാൻ മേരിക്കുട്ടി ആന്റണി മൈസൂരിൽ നിന്നാണ്. എന്റെ അടുത്ത് സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു ഔക്കാഡോ ട്രീ ഉണ്ട്, അതിങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്. പക്ഷെ എല്ലപ്പോഴും ഈ കുരങ്ങ് വന്നിട്ട് വെറുതെ അത് വലിച്ചു കയറി കളയും. പക്ഷെ ഞാൻ ഈ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയിൽ, നീ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ ഈ അടുത്ത ദിവസം ഞാൻ പാർക്കിലായിരുന്നു. അപ്പോഴ് പിന്നെ ഒരു കുരങ്ങ് അവിടെ വന്നു നിന്നു. അപ്പൊ എനിക്ക് തോന്നി ഞാൻ വേഗം വീട്ടിൽ പോയാലോ, ഒരു പക്ഷെ കുരങ്ങ് ചിലവ് പിന്നെ എന്നാലും ഞാൻ വിചാരിച്ചു ഒരനർത്ഥവും എനിക്ക് ഭവിക്കയിൽ, ഒരു ബാധ എന്റെ കൂടാരത്തിനടുക്കയില്ല. എനിക്ക് ആ പാർക്ക് കുറെ കാടൊക്കെ പിടിച്ചു കിടക്കുക. എന്നിട്ട് ഈ പിള്ളേര്, ഈ കളിക്കുന്ന പിള്ളേരെ കാടെല്ലാം പറിച്ചിട്ട് ചുറ്റുപാട് ഇട്ട് കളിച്ചു. അപ്പൊ നടക്കാനായിട്ട് ഒരു വൃത്തിയാണ്. അപ്പൊ ഞാൻ തന്നെ പോയിട്ട് കുറേ നേരം 12 വരെ ഞാൻ അത് വാരി പിന്നെ പാർക്കിന്റെ പുറത്ത് കൊണ്ട കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുരങ്ങും കയറിയിട്ടില്ല. അത് തന്നെയല്ല, ഇതൊരു കാര്യം. രണ്ടാമത് പിന്നെ എനിക്ക് ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. കാരണം ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാലിന് ക്രാംസ് കയറും എപ്പോഴും. അത് കുറച്ച് ഓടുകയോ കുറച്ച് ഓടുകയല്ല, നടക്കുകയൊക്കെ അധികം നടന്നാല്. പക്ഷെ ഞാൻ ഈ ഒരു വചനം പറഞ്ഞ് റോമാലേഖനം എനിക്ക്, കാരണം ഈ രോഗത്തിന്റെ വിഷയത്തില് ഞാനിങ്ങനെ ഒരാൾ പറയുന്നു, പണ്ടൊരിക്കലും ഇങ്ങനെ ഈ വിഷയം കേട്ടതുകൊണ്ട് ഞാൻ ഈ വചനം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. റോമാലേഖനം 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇത്
മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ല, കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ അതേ ആത്മാവിനെ കൊണ്ട് നമ്മളുടെ ഈ ശരീരാവയവങ്ങളിൽ മരിച്ച അവസ്ഥയിലോ അല്ലെങ്കിൽ രോഗങ്ങൾക്ക് അത് ജീവിപ്പിക്കാം. അപ്പൊ ആ വചനം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴൊക്കെ ഇന്നൊക്കെ 1 മണിക്കൂറിൽ കൂടുതൽ ഏകദേശം 1 മണിക്കൂറൊക്കെ ചുറ്റി നടക്കും. രാവിലെയൊക്കെ നടക്കാൻ പോകും പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് പക്ഷെ ഒരു ക്രാംസ് കയറുവോ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ വചനം വെച്ചിട്ടാണ് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുകയല്ല, ഞാൻ ധ്യാനിച്ച് ഡിക്ലെയർ ചെയ്യും. ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ 1 മണിക്കൂർ രാവിലെ പോയിട്ട് 1 മണിക്കൂറോളം നടന്ന് ഞാൻ തിരിച്ചു വന്നിട്ടും എനിക്ക് ദൈവകൃപയാൽ ഒരു ഒരു പ്രശ്നവും ഉണ്ടായില്ല. അറുക്കപ്പെട്ട കുഞ്ഞാടിന് സകലം മഹത്വം അർപ്പിക്കുന്നു. ഈ ക്ലാസ് എനിക്ക് വളരെ അനുഗ്രഹമാണ്. ആന്റി പറഞ്ഞ പോലെ തന്നെ ശരീരത്തിന്റെ അകത്ത് ഇപ്പൊ കാലിനകത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, രോഗാവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ വചനം പറഞ്ഞ് മരിച്ചവരെ ഉയർപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വചനം എന്ന വിത്ത് നിങ്ങളുടെ ഉള്ളത്തിൽ മുളയ്ക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഉള്ളത്തിലെ അന്തരീക്ഷങ്ങളെ അത് മാറ്റും, പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കും. ഇന്ന് ഇത്രയും നടന്നിട്ടും സാറിന് മടുത്തു പോകുന്ന ആളാണ്. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ദൈവം കൊടുത്ത ആരോഗ്യത്തിനും സൗഖ്യത്തിനും നന്ദി പറയുന്നു. ദൈവം കൊടുത്ത ബലത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇനി അനേകർക്കൊരു സാക്ഷ്യമായി തീരട്ടെ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എന്റെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മക്കളുടെ ഓർഗന മേളിൽ, വീടിന്റെ മേളിൽ റൂഫിനടിയിൽ കിടപ്പുണ്ടൊരെണ്ണം. അതിന്റെ കൂട്ടത്തില് ഈ കുടുക്ക, ഈ പൂച്ചയുടെ ഇതുള്ള ഒരു കുടുക്കയുണ്ട്, അവിടെ തന്നെ കിടപ്പുണ്ട്. പിള്ളേർക്ക് മൂത്തവന് വാങ്ങിച്ചതാ. അവനിപ്പം ഡിഗ്രി കഴിഞ്ഞു, അവന് ജോലിയൊന്നും ആയില്ല. ഇളയതിന് +2 കഴിഞ്ഞു. പക്ഷെ അവനൊരു ഇത് കിട്ടാനുണ്ട്, മാത്സ് കിട്ടിയില്ല. ഈ പറഞ്ഞ ആലോചന സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ? ആണോ? ഈ ഓർഗൻ നമ്മുടെ മൂത്തന് വാങ്ങിച്ചതാ, കൊച്ചിലെ 5ാം ക്ലാസ് വെച്ച് വാങ്ങിച്ചതാ. അത് യേശുവിന്റെ നാമത്തിൽ ആ മോന് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് എന്നെ തൊടാൻ വേണ്ടി പോവാണ്. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റാൻ വേണ്ടി പോകും കേട്ടോ. വലിയൊരു കർത്താവിനെ തുറക്കാൻ വേണ്ടി പോകും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. വക്കീൽ നോട്ടീസ് വന്നെന്ന് പറഞ്ഞത് എന്റെ മോളുടെ കാര്യമാണ്. 3.5 വർഷം കൊണ്ട് അവൾ പിരിഞ്ഞു നിൽക്കുക. ഇപ്പൊ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് അവളുടെ ഹസ്ബൻഡ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സിസ്റ്റർ, ആ വക്കീൽ നോട്ടീസിൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പറഞ്ഞ തെറ്റിദ്ധാരണകളെ കൊണ്ടുവന്നിട്ട് കലഹത്തെ ഉണ്ടാക്കിയ ദുരാത്മാക്കൾ വിട്ടുപോകാൻ വേണ്ടി പോവാണ്. കൈവച്ച് പറഞ്ഞോണം, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്നുള്ള 91-ാം സങ്കീർത്തനത്തിലെ വാക്യം പറഞ്ഞുകൊണ്ടിരുന്നോണം. നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചുരുളുകൾ അഴിയുന്നത് പോലെ കർത്താവ് ചില വഴികളെ തുറക്കും അതിൻ്റെ അകത്ത് കേട്ടോ. അത് കൈവച്ചെന്ന് പറഞ്ഞോണം. വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ, എബി പറഞ്ഞില്ലേ? എബി, അതേപോലെ നമ്മുടെ ഒരു സഹോദരി ഉണ്ട് പറഞ്ഞില്ലേ? അവര് നമ്മുടെ ഫ്രണ്ടാണ്. അവര് മംഗലം ഡാമാണ്, പാലക്കാട് മംഗലം ഡാമിലാണ് താമസിക്കുന്നത്. അത് ഞാൻ അവരുടെ അടുത്ത് പറയാം, ഞാൻ ഏറ്റെടുക്കുന്നു. അതേപോലെ ഈ മാസം പറഞ്ഞു. ഹലോ ബ്രദർ, പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് പ്രമീതയാണ്. ഞാൻ തൃശ്ശൂർ മീറ്റിംഗിന് കാത്തിരിക്കുകയാണ് ബ്രദർ. എൻട്രൻസ് എഴുതിയിരിക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി ആ കുട്ടി. അതേപോലെ വേറൊരു വിഷയം. കേൾക്കുന്നുണ്ട് ബ്രദർ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞു. കഴിഞ്ഞ ഈ ശനിയാഴ്ച നല്ല മഴയാണ് അവിടെ പാലക്കാട്. കംപ്ലീറ്റ് കാറ്റും മഴയും. രാത്രി പെട്ടെന്ന് ഷീറ്റുള്ള ഭാഗത്താണ് ഞങ്ങൾ കിടക്കുന്നത്. ബാക്കിയുള്ളവരുടെ ടെറസാണ്. അപ്പൊ അതിന് ചുറ്റും പരിസരത്തും മരങ്ങളുണ്ടായിരുന്നു. നല്ല കാറ്റടിക്കുന്ന സമയത്ത് ടെൻഷനായിരുന്നു. വീണ് കഴിഞ്ഞാൽ ഒരു 2 ലക്ഷത്തിൻ്റെയോളം നഷ്ടം വരും. പെട്ടെന്ന് ശാന്തമാക്കിയതേയും ഇപ്പൊ തന്നെ ഈ മഴയും കാറ്റെല്ലാം നിശ്ചലമാകട്ടെ. പകല് പെയ്താലും കുഴപ്പമില്ല, രാവിലെ മരമൊക്കെ ഒന്ന് വെട്ടണം പറഞ്ഞു. ശേഷം രാത്രി മുഴുവൻ മഴ ചാറിയിട്ടേ ഉണ്ടായിരുന്നു. കാറ്റും നിലച്ചു, മഴയും നിലച്ചു. വലിയൊരു അനുഗ്രഹമാണ് അവിടെ നടന്നത്. ഇതേപോലെ വേറൊരു വിഷയമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവര് മക്കള് കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അവര് സ്നാനപ്പെട്ടവരാണ്. പിന്നെ അവർ ഈ ആഭിചാര മന്ത്രവാദങ്ങളൊക്കെ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ അവര് മനസ്സ് മുഴുവൻ ഇതായിരുന്നു, അമ്മയോട് വെറുപ്പായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കാ പറഞ്ഞതുപോലെ വചനം പറഞ്ഞ്
പ്രാർത്ഥിച്ചു. അപ്പൊ അമ്മയൊക്കെ വിളിക്കാൻ തുടങ്ങി. നല്ലൊരു മാറ്റം വന്നു പറഞ്ഞു. ദൈവം വലിയൊരു അനുഗ്രഹമാണ് അവർ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനിയും പറയാം, നീ പ്രാർത്ഥിക്കാം, ടെൻഷൻ ആവണ്ട, അവർ തിരിച്ച് നിങ്ങളുടെ ഒട്ടേക്ക് എന്നെ വരും പറഞ്ഞു. ആ മന്ത്രവാദത്തിലേക്ക് പോയി അവർ അകപ്പെട്ടിരിക്കുകയാണ് അവര്. അപ്പൊ ഞാൻ പറഞ്ഞു അതെല്ലാം പിടിച്ചെല്ലാം മാറി അവർ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും, നിങ്ങളെയൊക്കെ സ്നേഹിക്കും പറഞ്ഞു. ബ്രദർ, വലിയ അനുഗ്രഹമാണ് അവിടെ നടന്നത്. തീർച്ചയായിട്ടും പ്രിയ കർത്താവ് ഉപയോഗിച്ചതും കുടുംബത്തിൽ കൊടുത്ത മാറ്റത്തിനും ഒക്കെ നന്ദി പറഞ്ഞു. ഇനിയും അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായിട്ട് കർത്താവ് മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബ്രദർ ഒരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞായിരുന്നു. അത് എന്റെ ബൈബിളിലായിരുന്നു. എന്റെ 3 ബ്രദേഴ്സ് ആയിരുന്നു. ഒരാൾ മരിച്ചുപോയി. അതില് 3 ബ്രദേഴ്സിന്റെ അതിൽ നടുക്കത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ എന്റെ ബ്രദറാണെന്ന്. എന്തോ സിസ്റ്ററുടെ ബൈബിളിലാണോ ഫോട്ടോ ഇരുന്നത്? അതെ അതെ, എന്റെ ബൈബിളിലാണ്. അത് ഞാനിപ്പോ അതെടുത്ത് മാറ്റി. നടുക്ക് നിൽക്കുന്നതാണോ ജീവനോടെ ഉള്ളത്? അല്ല അല്ല, ആ ജീവനുള്ള ആൾ 4ാമത്തെ ആളായിരുന്നു. അങ്ങനെ ഇല്ലാതെ ബ്രദർ പറഞ്ഞ 3 പേര്. അതിൽ ആ നടുക്കത്തെ ആൾക്ക് വേണ്ടി ഞാൻ കൈതൊട്ട് പ്രാർത്ഥിച്ചിപ്പോ ബ്രദർ പറഞ്ഞേ. പിന്നെ നടുക്കുന്നയാളാണ് ഇപ്പൊ ജീവനോടെ ഉള്ളത് അതോ മരണപ്പെട്ട ആളാണോ? അതെ അതെ അതെ, ജീവനുള്ള ആൾ അതാണ്. 4 പേര്. അതിൽ ഒരാളെ ഞാൻ കൗണ്ട് ചെയ്യാതെ ഈ 3 പേരിൽ നടുക്കത്തെ ആള്. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു അനർത്ഥം ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നു. വലിയൊരു ദുഃഖവാർത്ത കേൾക്കേണ്ട സ്ഥാനത്ത് ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നമ്മളെ കാണുന്നു. ഇനി ഫോട്ടോ ബൈബിളിൽ വെക്കരുത് കേട്ടോ. ബൈബിളിൽ നമ്മൾ ഫോട്ടോ വെക്കണം. കർത്താവ് അത് കണ്ടതാണ്, കാണിച്ചതാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് വേണ്ടി ബ്ലസ് ചെയ്തോണം. നിങ്ങളെ മുഖാന്തര വ്യക്തിക്ക് ദൈവ അനുഗ്രഹത്തെ വേണ്ടി പോവാണ്. സാക്ഷ്യമാക്കി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, എനിക്കൊരു വലിയ സാക്ഷ്യം പറയാനുണ്ടെന്ന്. അമ്മയ്ക്ക് ഈ ആഴ്ച ഇച്ചിരി ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതയായിരുന്നു. കാലാവസ്ഥ അങ്ങോട്ട് മാറിയപ്പം തൊട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വചനം മെഡിസിൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ എല്ലാവരും വന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഈ മെഡിസിൻ കൊടുക്കുന്നോണ്ട് അനങ്ങാതിരുന്ന് ഇപ്പൊ ഈ കാലാവസ്ഥയെ കൊണ്ടുപോയാലും ശരിയാവത്തില്ലല്ലോ എന്നും പറഞ്ഞു നടന്നൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ ഈ ആഴ്ച മഴക്കാലം വന്നപ്പോഴത്തേക്ക് അങ്ങ് ഡൗൺ എന്ന് പറഞ്ഞ പോലെ ഇന്നലെ ഈ സമയത്തൊക്കെ അങ്ങ് ഗ്യാസ്പിങ് വരുന്ന അതേ കണ്ടീഷനായി. പിന്നെ സൂം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് വീണ്ടും വചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വചനം പറയുകയല്ല, വചനമൊന്നും മെഡിസിൻ അങ്ങ് ആദ്യമൊക്കെ ഞാൻ 3 നേരം കൊടുത്തു, 4 നേരം കൊടുത്തു, 5 നേരം, പിന്നെ അങ്ങ് അവരിൽ കൊടുക്കാൻ തുടങ്ങി. പിന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ. ഇന്നലെ പിന്നെ അങ്ങ് സഹി കെട്ടപ്പോ ഞാൻ ബ്രദറിനെ വിളിച്ചായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങയുടെ പ്രാർത്ഥനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ കേൾപ്പിച്ചു. ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു, എങ്കിലും അതെല്ലാം ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ കേൾപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പിന്നെ യേശുദേവനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ കിടന്നുകൊണ്ട് കണ്ണ് തുറക്കാത്ത ഭയങ്കര ഡിസോർഡർ ആയിട്ട് കിടന്നപ്പോഴും അത് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചേടാ, ഞാൻ ഇത് കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ല. അപ്പോഴേ ഞാനിങ്ങനെ ഈ ആഴ്ച നടക്കുമ്പോഴൊക്കെ എന്റെ പുറയില് ഇങ്ങനെ ആരോ നടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയം വരുന്നില്ലായിരുന്നു, ഇങ്ങനെ ഡോറിന്റെ അടുത്ത് വരുന്നതായിട്ടൊക്കെ. അപ്പോഴും അമ്മ ഇത് പറഞ്ഞപ്പോ എനിക്കിത് ഓർമ്മ വന്നിടാ, ഇത് എനിക്കും ഇപ്പൊ തോന്നിയല്ലോ. അപ്പൊ അമ്മ ഇത് പറഞ്ഞപ്പോഴാണെങ്കിലും എനിക്കത് ഫീൽ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ബ്രദറിനെ വിളിച്ചെന്നാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ബ്രദർ പ്രാർത്ഥിച്ച് ഇന്ന് എനിക്ക് പറയണല്ലോ 11 മണിക്ക് അമ്മയെടുത്തിട്ട് ഞാൻ കുറേ അങ്ങ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അതിന് ഇച്ചിരി കഞ്ഞി കൊണ്ടുവന്ന് സ്പൂണിൽ ഇങ്ങനെ കോരി കൊടുത്തുകൊണ്ടിരുന്നപ്പം അപ്പോഴത്തെ പൾസും ബി പി ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ രാവിലെ ഇന്ന് 11 മണിയായപ്പോഴത്തേക്ക് പൾസൊക്കെ നോർമലായി, ഷുഗർ നോർമലായി. കഞ്ഞി ഇങ്ങനെ കൊടുത്തപ്പോ അമ്മ പാത്രത്തിൽ താന്നും പറഞ്ഞ് പാത്രത്തോട് മേടിച്ചിങ്ങനെ കുടിച്ചു. പിന്നെ അതിനുശേഷം 1-2 തവണ എഴുന്നേറ്റു. ഇപ്പോഴും അത് സംസാരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്റെ ആ എമർജൻസി ഒക്കെ കർത്താവ് മാറ്റി. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലും പോയില്ല, ഒന്നും പോകാതെ എന്റെ കർത്താവ് ദാസന്റെ പ്രാർത്ഥന എനിക്ക് ഒരുപാട് അനുഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അത്ഭുത സാക്ഷിയായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ അമ്മ അങ്ങ് പോയതായിരുന്നു. തിരിച്ചെനിക്കുന്നു എന്റെ കർത്താവ് എനിക്ക് തിരിച്ചു കൊണ്ടു തന്നു. നൂറാനുകൂടി കർത്താവ് തീർച്ചയായിട്ടും പ്രിയ ഗീതാശ്രീ പറഞ്ഞുകൊണ്ട് തന്നെ വല്ലാത്തൊരു മരണത്തിന്റെ വക്കിലായിരുന്നു. കർത്താവ് പ്രിയ മാതാവിനെ വിടുവിച്ചതാണെങ്കിൽ പിന്നീട് ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു മെഡിസിൻ കൊടുക്കുന്നത് പോലെ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ആഹാരം കഴിക്കുവാനും ബലപ്പെടുവാനും കർത്താവ് സൗഖ്യത്തോടെ നിൽക്കുവാനും ദൈവം സഹായിച്ചു.
കർത്താവിന്റെ വചനം നമുക്ക് ജീവനെയും സമൃദ്ധിയെ നൽകുന്നതാണ്. അതിന്റെ തെളിവാണ് കർത്താവിൽ ഈ സാക്ഷ്യം. ഇനിയും ആ അവസ്ഥകൾക്കകത്ത് മുഴുവനും വചനത്തിന്റെ നിറവിനാലുള്ള അത്ഭുതങ്ങളാൽ കുടുംബത്തിൽ നിറയട്ടെ. ഗീതാശ്രയ മാതാവിനെയും കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കുന്നു. വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് ഇനിയും തുറക്കട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ധൈര്യമായിട്ടിരിക്കുക. യേശു കൂടെ ഉണ്ട് കേട്ടോ. ആമേൻ. ഹലോ ബ്രദറെ. ഹലോ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞതാണ് ഒരു മതിലിന്റെ പ്രശ്നം, അയൽവാസിയുമായിട്ടുള്ള തർക്കം. അത് ഇതിനു മുമ്പും ബ്രദർ ഈ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ വിഷയമാണ്. ഞങ്ങളുടെ വീടിന് താഴത്തെ വീട്ടുകാര് ഞങ്ങളുടെ മതില് അത് എപ്പോഴും അവിടെ വന്ന് മണ്ണ് മാന്തും. അപ്പൊ ആ മതിൽ വീണാല് ഞങ്ങളുടെ വീട് ഇടിഞ്ഞ് താഴെ പോവും. ആ അവസ്ഥയിലാണ്. പക്ഷെ അവരുടെ അടുത്ത് മണ്ണ് മാന്തരുതെന്ന് പറഞ്ഞാൽ അവർ ആ ഞങ്ങളുടെ മതിലിന്റെ അവിടുത്തെ മണ്ണിനെ മാന്തും. അങ്ങനെ ഞങ്ങൾ കോർപ്പറേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. അവരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ് എനിക്കൊരു മോനേ ഉള്ളൂ. മോൻ ചെന്ന് പറഞ്ഞു, ചേട്ടാ അങ്ങനെ മണ്ണ് മാന്തരുത്, ഞങ്ങളുടെ മതിൽ ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യെന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങൾ പിന്നെ തർക്കത്തിനൊന്നും പോയില്ല. കോർപ്പറേഷനിൽ പരാതി കൊടുത്തപ്പോ അവിടെ നിന്ന് ഇപ്പോ ഒരു പേപ്പർ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്ത് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു. പക്ഷെ ഇന്നലെയും ദൈവം ബ്രദറിന്റെ നാവിൽ കൂടി സംസാരിക്കാൻ ഇടയായി. ദൈവം ആ വിഷയം ഏറ്റെടുത്തു. തലമുറയ്ക്കെതിരായിട്ട് അവര് ചെയ്തതൊന്നും ഫലിക്കാതെ വണ്ണം ദൈവം പൈതലിനെ കാക്കുന്നതായിട്ടും ബ്രദറിന്റെ നാവിൽ കൂടി സംസാരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് നന്ദി, ബ്രദറിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമുക്ക് തലമുറക്കെതിരെ വിരോധമായി പ്രവർത്തിക്കാൻ നോക്കുന്ന ഇന്നലെ ദൈവാത്മാ വെളിപ്പെടുത്തിയതാണ് ആ വിഷയം. കർത്താവ് നിങ്ങളുടെ ഭാരങ്ങളെ പ്രശ്നങ്ങളെ അറിയുന്നു. കർത്താവ് ഇടപെടുകയാണ് ആ വിഷയത്തിന് മേൽ. ഇനി ഒന്നും ഭാരപ്പെടേണ്ട. വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവിരോധമായി നിൽക്കുന്ന വ്യക്തി മുട്ടുകുത്തി നമുക്ക് അനുകൂലമായി തന്നെ ഇടപെടുന്ന ദിവസങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പറഞ്ഞു. ഹലോ പ്രൈസ്. അതിന്റെ ഒരു ഹലോ, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, പിന്നെ രണ്ടാലോചന പറഞ്ഞ ഒന്ന് വസ്തു പകുതി വിറ്റതും മറ്റേ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, അത് എന്റെ അവസ്ഥയാണ്. പിന്നെ ഒന്ന് എന്റെ സഹോദരിയുടെ മക്കളാണ്, എബിനും പിന്നെ എന്ന് പറയുന്ന രണ്ട് മക്കളെ. അത് രണ്ടും ഞാൻ ഏറ്റെടുക്കും. ഈ സ്ഥലം വിറ്റത് സെബാസ്റ്റ്യൻ പിന്നെ ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? അത് പാസ്റ്റർ പറഞ്ഞതാ. പിന്നെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളിൽ കൂടെ നന്മ വരുന്നു പറയും. അത് ഏറ്റെടുത്തോ. കർത്താവ് എന്നത് സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകട്ടോ. വലിയ ദൈവപ്രവർത്തിക്ക് ഞാൻ മകളുടെ ഒരു വിദ്യാഭ്യാസ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയായിരുന്നു. ബാക്കി താമസിക്കുന്ന സ്ഥലം വിൽക്കണം മനസ്സിൽ കയറിയായിരുന്നു. പക്ഷെ അതാണ് ഇപ്പൊ പറഞ്ഞത്. അത് വിൽക്കണ്ട, വിൽക്കാതെ തന്നെ ദൈവം ഒരു വഴി തുറക്കും കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞു. ഞാനിപ്പോ 8 മാസമായി സത്യവിളിച്ചിട്ട് പ്ലാറ്റ്ഫോമിൽ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എന്റെ അമ്മ മരിച്ചപ്പോഴേ ഞാൻ ഇതിനകത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോയി. ഞാൻ വലിയ മാനസിക രോഗത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പോയ ഒരാളാണ്. അപ്പൊ ഈ സത്യവിളിച്ചം ഞാൻ യൂട്യൂബിനകത്തിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞ ഈ വചനം കേട്ടു തുടങ്ങിയാണ് എനിക്കൊരു 2ാം ജന്മം കിട്ടിയത്. ഒരിക്കലും എനിക്ക് പാസ്റ്ററിനെ മറക്കാനൊക്കത്തില്ല. കാരണം ഞാൻ എന്നും അത് മനസ്സിൽ ചിന്തിക്കും. നന്ദിയോടെ ആ സാഹചര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു. കാരണം ഞാൻ അത്രമാത്രം പ്രഷറിലും അമ്മയുടെ മരണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പോയി. അമ്മ 82ാമത്തെ വയസ്സിലാണ് മരിച്ചെങ്കിലും ഞാനും അമ്മയായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ മക്കളുടെ കൂട്ടല്ല. ഞാൻ അമിതമായിട്ട് അമ്മയെ അങ്ങ് സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ മരണം പെട്ടെന്ന് നടന്നപ്പോഴത്തേക്ക് ഞാൻ ഒറ്റപ്പെട്ട ഫീലിംഗ് ആയിപ്പോയി എനിക്ക്. ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ട്. എങ്കിൽ തന്നെ എനിക്ക് വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 2 മണിക്കൂറൊക്കെ ഞാൻ രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്തായി സത്യവിളിച്ചെന്നുള്ള പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നതും ഇതിനകത്തിൽ കയറുന്നതും ഒക്കെ. അന്ന് മുതൽ ഇങ്ങോട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, വചനമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില ടെൻഷൻസ് ഇതിനിടയ്ക്കുണ്ട്. അതെല്ലാം ദൈവം ഓവർകം ചെയ്യാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. വളരെയധികം സന്തോഷം.
പാസ്റ്ററിനെയും കുടുംബത്തെ ഓർക്കുന്നു, എല്ലാവരെയും ഓർക്കുന്നു, ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദി പിതാവ്. ഇന്ന് പ്രിയ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ വലിയ ഹലോ. അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. എന്നാൽ കർത്താവ് ഇന്ന് ഈ അവസ്ഥയിൽ നിന്നും ഇന്ന് സന്തോഷത്തോടെ, ഇന്ന് സമാധാനത്തോടെ അതിൽ നിന്നും ഒത്തയും മോചനം പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കിയ മാനസികമായ ബുദ്ധിമുട്ടുള്ള ദൈവമാറ്റത് മാത്രമല്ല, ആലോചനകളാലും ദൈവപ്രവർത്തികളാലും ദൈവം കൊടുത്തു. ഇനിയും മുന്നോട്ട് അനേകർക്കൊരു അനുഗ്രഹവും സാക്ഷ്യവുമാക്കി ദൈവം മാറ്റും. അത് അടുത്ത് വന്നിരിക്കുന്നു. സമാധാനത്തോടെ ഇരിക്കുക. കർത്താവ് ഇനിയും സഹായിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ബ്രദർ. താങ്ക് യു. താങ്ക് യു. എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു. ആക്ച്വലി ഞാനെന്റെ ഏപ്രിൽ തൊട്ട് ഞാൻ ഈ ജോയിൻ തുടങ്ങിയ ജനുവരിയിൽ ഞാൻ എന്റെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തിരുന്നു, ലിപ്പിഡ് പ്രൊഫൈൽ. അപ്പൊ അതിലെല്ലാം റിപ്പോർട്ട് അബ്നോർമൽ ആയിരുന്നു, എല്ലാ റിപ്പോർട്ടും. അപ്പൊ ഞാൻ ഈ ചേർന്നതിന് ശേഷം ഞാൻ എപ്പോഴും വചനം വെച്ച് പ്രാർത്ഥിക്കും, യേശുവിന്റെ അടുത്ത് എനിക്ക് സൗഖ്യം ലഭിച്ചു, സഭയ്ക്ക് വന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് ഞാൻ മിഞ്ഞാ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ എല്ലാ റിപ്പോർട്ടും നോർമലായി വന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞു. ആമേൻ. നന്ദി കർത്താവ്. പറഞ്ഞ റിപ്പോർട്ട് മുഴുവനും പ്രതികൂലമായിരുന്നു. പക്ഷേ കർത്താവിന്റെ വചനത്തിൽ സൗഖ്യം വരണേന്നല്ല, വന്നിരിക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ട് വരുവെന്നല്ല, വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് പറഞ്ഞ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ പോലെ റിപ്പോർട്ട് രണ്ടാമത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ കാര്യങ്ങളും നോർമലായി. സ്വർഗം പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി. കർത്താവ് ഇനിയും സാക്ഷ്യമാക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഹലോ ബ്രദർ. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഇത് കൊല്ലത്തുനിന്നാണ്. കേൾക്കുന്നുണ്ടോ ബ്രദറെ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ബ്രദർ പറഞ്ഞില്ലായിരുന്നു വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു റൂമിൽ ഇങ്ങനെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വീട് കാണുന്നുണ്ട്, അത് ആരുടെ വീടാണെന്ന് ബ്രദർ ചോദിച്ചായിരുന്നു പ്രാർത്ഥിച്ചപ്പോ. അത് എന്റെ വീട്ടിലാണ് ബ്രദറെ. എന്റെ വീടിന്റെ ഫസ്റ്റ് ഡോറിൽ, കയറുന്ന ഡോറിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് 2 രാജാക്കന്മാരുടെ 4:7 വചനമാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. നീ പോയി എണ്ണ വിറ്റ് എന്റെ കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കൾ ഉപജീവൻ കഴിച്ചുകൊള്ളുക എന്നുള്ള വചനം ഞാൻ എന്റെ വീട്ടിന്റെ ഫസ്റ്റ് ഡോറിൽ എഴുതി വെച്ചിരിക്കുന്ന വചനമാണ് ബ്രദറെ. എന്നിട്ട് ബ്രദർ അത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇടപെടും. അതെ അതെ, കൈവച്ച് സിസ്റ്റർ ഏറ്റെടുത്തോണം. ഇന്ന് നമ്മൾ ഇടപെട്ട വചനമാണ്, ഇന്ന് സംസാരിച്ച വചനം കൂടെ തന്നെയാണ്. അതേപോലെ വർധന ഉണ്ടാകാൻ, വലിയൊരു ശേഷിപ്പ് ഉണ്ടാകാൻ വേണ്ടി, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ വർധന ഉണ്ടാകാൻ വേണ്ടി പോവാണ്. അത് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വചനത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാട്ടെ, വചന വീട്ട് പറഞ്ഞാട്ടെ, അതേപോലെ വർധനവിനെ കർത്താവ് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ ബ്രദർ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. ഹലോ, പറഞ്ഞു. നമ്മുടെ റിലേറ്റീവാണ്, ഒരു പേര് രാജി എന്നാണേ. ഒരു 63 വയസ്സാവും. അവർക്ക് ഷുഗർ ഉണ്ട്, BP ഉണ്ട്. പിന്നെ അവർ അങ്ങനെയൊന്നും മരുന്നും ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പൊ 2 ആൺമക്കളാണ്. അപ്പൊ ഉള്ളവരൊക്കെ ദൂരെയാണ് ഉള്ളത്. പെട്ടെന്നാണ് അവർക്ക് വയ്യാണ്ടായത്. ഫുഡൊന്നും ചെല്ലുന്നില്ല, മരുന്നും ഇല്ലാണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി, നെന്മാറയിൽ. അപ്പൊ അവിടെ നിന്ന് നോക്കിയ ആ സമയത്തുണ്ട് അവർക്ക് എല്ലാം കൂടുതലായിരുന്നു. BP കൂടുതല്, ഷുഗർ കൂടുതല്, അതേപോലെ ശ്വാസം മുട്ടലും. അപ്പൊ ഈ വിവരം ഞാൻ ഇന്നലെ അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കൊണ്ടുപോയത് അങ്ങനെ കാഷ്വാലിറ്റിക്ക് കയറ്റി. പിന്നെ ആ മക്കളൊക്കെ വരാൻ പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ ആ ശ്വാസം മുട്ടല് നോർമലായിട്ട് വന്നു. ഇനി ഇവർക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ ആണെങ്കിൽ ലീവാണ്. പിന്നെ വേറെ സാധാരണ ഡ്യൂട്ടിയുള്ള ഡോക്ടർമാരാണ് വന്ന് ടെസ്റ്റ് ചെയ്തത്. പിന്നെ അന്നത്തെ ദിവസം ആ ഡോക്ടർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഇവരെ ടെസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ. ആ ഡോക്ടർ തൽക്കാലത്തേക്ക് ഒന്ന് വന്ന് നോക്കിയ സമയത്ത് ഇവരിങ്ങനെ കിടക്കുന്നു. അപ്പൊ കിടക്കുന്ന സമയത്ത് നമുക്ക് മരുന്ന് കൊടുക്കാതിന് ശേഷം ഇവിടെ തീരുമാനിക്കും, ഇവർക്ക് ഇനി വേറെ വല്ല പ്രശ്നം ഉണ്ടോ നോക്കണം, സ്റ്റോക്ക് ഉണ്ടോ നോക്കണം, അങ്ങനെയാണെങ്കിൽ ആൻജിയോ ചെയ്യേണ്ടി വരും, ശ്വാസമുട്ടലൊക്കെ നോർമൽ ആവണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. രാത്രിയല്ല ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, അത് കേട്ടിട്ട് ടെൻഷനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാലത്ത് എണീച്ച് ഞാൻ ഒരു 11 മണിയാകുമ്പോൾ വിളിച്ചപ്പോ എല്ലാം നോർമലായി. നേരെ ICUയിലേക്കൊന്നും കൊണ്ടുപോയില്ല, റൂമിലേക്കേ കൊണ്ടുപോകുന്നു. ഞാൻ അവരെ കണ്ടിട്ടൊന്നുമില്ല, പ്രാർത്ഥിച്ചേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവരികയും ചെയ്തു. ഇനിയുള്ള ടെസ്റ്റൊക്കെ നടത്തണം എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ യൂറിന് പോകാൻ ട്യൂബ് വെച്ചു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് ചെയ്യാൻ പോണ സമയത്ത് ട്യൂബ് ഒന്ന് കളയി. അപ്പൊ ബ്ലഡ് കണ്ടു പറഞ്ഞു. അപ്പൊ ഈ ബ്ലഡ് കണ്ടതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ക്ലീൻ ചെയ്ത് കിടത്തി. അപ്പൊ ഫുഡ് രാവിലെ 2 ദോശയൊക്കെ കഴിച്ചു പറഞ്ഞു. പിന്നെ അതിനുശേഷം BP ഒക്കെ നോർമലായി. പിന്നെ ടെൻഷനായിട്ട് ഹൈ പവർ BP ആയി, 180 പറഞ്ഞു. മാറും പറഞ്ഞു. അപ്പൊ അവര് ഫുഡൊന്നും കഴിക്കാത്ത സ്റ്റോക്ക് ഉണ്ട്, ആൻജിയോ ചെയ്യണം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് രാത്രി എനിക്കിപ്പോ വിളിച്ചൊന്ന് റിസൾട്ട് തരുന്ന വിചാരിച്ച്, പക്ഷെ അവര് വിളിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദർ, നാളെ ആകുമ്പോഴേക്കും നല്ല റിസൾട്ട് ദൈവം
പ്രവർത്തിക്കും നല്ലൊരു വിശ്വാസമുണ്ട്. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റിയ സിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ സകല കാര്യങ്ങളെയും ദൈവം അനുകൂലമാക്കിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ദൈവം വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റും. ഇനിയും ദൈവ നന്മകളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. സാക്ഷ്യങ്ങളാൽ സ്വർഗം നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? ഹലോ ബ്രദറെ, പറഞ്ഞോ. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ബ്രദറെ, പറഞ്ഞു. 22-ാം തീയതി ബ്രദർ അന്നെങ്കിൽ രോഗം മാറുവാന് പ്രാർത്ഥിച്ച ഇതിനകത്തുണ്ട്, സൂമിലുണ്ടായിരുന്നു. അന്ന് രോഗം മാറാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞൊരു വചനം അങ്ങ് ഉണ്ടായിരുന്നു. അന്ന് എനിക്കാണെങ്കിൽ നടുവിന് വേദനയായിട്ട് ഭയങ്കര, എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ. അപ്പൊ മുട്ടിനും വേദന. എനിക്കിപ്പോ ഒരു 5 മാസം കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ പടിയൊന്നും കയറരുതെന്നാ പറഞ്ഞ. അപ്പൊ വേദന അന്ന് ആ ഒരു ദിവസം വേദന എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഭയങ്കര വേദനയായിരുന്നു. ഈ ബ്രദർ പറഞ്ഞ അത് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, രോഗത്തിന്റെ ആത്മാവിനോ രോഗശക്തിക്കോ എന്റെ മേലെ അവകാശം, കരഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കുറെ കഴിഞ്ഞു. സന്ധ്യ എപ്പോഴാ ഇത് മാറിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല ബ്രദറെ. അത് മാറിപ്പോയി. ഇപ്പൊ ഞാന് ഈ 2 ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2 ദിവസം മുമ്പ് ഒരു ഇതുപോലെ സാക്ഷ്യം കേട്ടപ്പോഴാ ബ്രദറെ എനിക്കും ഇത് വേദനയായിരുന്നല്ലോ ഞാൻ ഓർത്ത്. ഞാൻ താമസിച്ചു പോയി ഞാൻ പറയാൻ, സാക്ഷ്യം പറയാൻ. എനിക്ക് അതിൽ പിന്നെ ഇപ്പൊ ഞാന് സ്റ്റെപ്പ് എല്ലാം കയറി, സ്റ്റെയർ കേസ് എല്ലാം ഒരു ദിവസം 3 വട്ടം ഞാൻ കയറില്ലെന്ന് പറഞ്ഞതാ. ആ സ്ഥാനത്ത് ഞാൻ 3 വട്ടം സ്റ്റെയർ കേസ് കയറി. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ആ പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി ബ്രദറെ. ഞാൻ നന്ദി പറയുന്നു. ബ്രദർ അന്നത്തെ ആ പ്രാർത്ഥന, രോഗം മാറാനുള്ള 22-ാം തീയതി അന്നത്തെ ആ പ്രാർത്ഥനയായിരുന്നു. എനിക്കത് പൂർണ്ണ സൗഖ്യം കിട്ടി. ഞാൻ ബ്രദറിനെ നന്ദി പറയുന്നു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. നന്ദി കർത്താവ്. എന്ന് പ്രിയസ് പറഞ്ഞ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. അത് കേട്ടപ്പോൾ തന്നെ ആ നടുവിന് വേദന, അസഹ്യമായ വേദന. നിഷ്ഠ നാട്ടിൽ വരുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കണം. അനേക വേദന അനുഭവിക്കുന്നവർക്ക് സൗഖ്യത്തിന് ഇത് കാരണമായി തീരും. പൂർണ്ണ സൗഖ്യമായ വേദന, അവിടുന്ന് അസഹ്യമായ വേദനയിരുന്ന ആളായിരുന്നു. പക്ഷെ പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. അത്ഭുത വിടുതലിനെ സ്വർഗം കൊടുത്തു. കർത്താവ് തൊട്ട് വിടിവിച്ചതിനും സൗഖ്യമാക്കിയതിനും നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഈ സാക്ഷ്യം അനേകരോട് പറയുക. അനേകരുടെ സാക്ഷ്യത്തിന് ഇത് മുഖാന്തരമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. ബ്രദറെ, എന്റെ മോൾക്ക് അവള് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പം അവരുടെ ചീഫ് വാർഡൻ അവരുടെ റൂംസ് എല്ലാം ഒന്നുകൂടെ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാരും പിള്ളേരെ, ആ ബാച്ചിലെ പിള്ളേരെ എല്ലാരെയും മാറ്റുവാണെന്ന് പറഞ്ഞു. അപ്പം ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇഷ്ടമുള്ള റൂം ഏറ്റവും മേലത്തെ ഫ്ലോറിൽ പോയി നോക്കണം എന്ന്. അപ്പം ആ റൂം നമ്പർ എനിക്ക് വന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പം ആ വാർഡിന് മോൾക്കൊരു റൂം നമ്പർ കൊടുത്തിരുന്നു, 321 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു. പക്ഷെ അവള് അതില് നോക്കിയപ്പം ബാക്കി എല്ലാം മുറികള് എല്ലാം അഴുക്ക, അതായത് പെയിന്റ് ഇല്ല, ഒന്ന് ബാത്റൂം കൊള്ളത്തില്ല, അങ്ങനെ പല ഇതായിരുന്നു. പക്ഷെ 321 മാത്രം നല്ലൊരു മുറി. അപ്പം അവൾക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം എന്നോട് പറഞ്ഞു, മമ്മി അത് എനിക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണേന്ന്. ഞാൻ പറഞ്ഞു, മോളെ ദൈവം നിനക്ക് തരും, നീ വിശ്വസിച്ചു, അത് നിനക്ക് വേണ്ടിയുള്ളതാണെന്നും ഞാൻ പറഞ്ഞു. അപ്പം അതിന് വൈകുന്നേരം അവര് എല്ലാരും റൂം അലോട്ട് ചെയ്യാനായിട്ട് വന്നപ്പം റൂം നോക്കാനായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, വാർഡൻ പറഞ്ഞു 321 അതിനകത്ത് റൂംമേറ്റ് ആരാന്ന് ചോദിച്ചു. അപ്പം PG സ്റ്റുഡന്റ് ആന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ല, PG സ്റ്റുഡന്റ് കൂടെ ഇടത്തില്ല എന്ന് പറഞ്ഞു. അവള് ഭയങ്കരമായിട്ട് വിഷമിച്ചു ബ്രദറെ. എന്നിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയത്തില്ല, മനസ്സിലാവുന്നില്ല, എനിക്ക് വേറെ ഒരു റൂമിലേക്ക് ഞാൻ പോകുന്നില്ല, എനിക്ക് വേണ്ട എന്ന് വലിയൊരു വിഷമം പറഞ്ഞിരുന്നു. അപ്പൊ ഞാനത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് തന്നിരിക്കും, ആ റൂം തന്നെ ദൈവം തരുമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും ഇതിനെക്കുറിച്ച് വീണ്ടും പ്രയാസം. അവള് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി വീണ്ടും പ്രാർത്ഥിക്കണേ, ഞാൻ ആ ചീഫ് വാർഡിന്റെ മുമ്പിലോട്ടാ പോകുന്നേ, അവര് എനിക്ക് റൂം തരാനായിട്ട് പോവാ, ഞാൻ എന്തായാലും ഈ റൂം തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവള് ചോദിച്ചോടനെ അത്ഭുതം എന്ന് പറയട്ടെ ബ്രദറെ, ആ റൂം തന്നെ അവൾക്ക് കിട്ടി. ബാക്കി മുറി എല്ലാം ഭയങ്കര അഴുക്ക.
അപ്പം ഇത് പെയിന്റ് ഇല്ല, ബാത്റൂമിന്റെ എല്ലാം സ്മെല്ല്, അങ്ങനെ ഒന്നും കൊള്ളത്തില്ല ഒരു റൂം. ഈ ഒരു 321 റൂം എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്പേഷ്യസ് ആ, അത് നല്ലൊരു റൂമുമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അത് അവൾക്ക് ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, ആ റൂം തന്നെ ദൈവം കൊടുത്തു. അത് അവൾക്കും ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അത് പറയുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ നീ റൂമിൽ ചെന്ന് ദൈവത്തെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം എന്നും പറഞ്ഞ് അവൾ അങ്ങനെയായിരുന്നു അത് ചെയ്തത്. അവൾക്ക് ഭയങ്കര സന്തോഷം. അതൊരു വലിയ സാക്ഷ്യം. ദൈവം ആ റൂം കൊടുത്തത്. തീർച്ചയായിട്ടും കർത്താവിന് ഇടപെട്ടവന് വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രിയ സൗരി, നമുക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കളുടെ അവകാശം എപ്പോഴും എവിടെ ചെന്നാലും, ഈ വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് എവിടെ ചെന്നാലും സ്പെഷ്യൽ കാര്യങ്ങളെ കർത്താവ് തുറക്കും. നമ്മുടെ ഒരു സ്പെഷ്യലാണ്. കർത്താവ് തുറന്ന വഴിക്കും പ്രാർത്ഥനയും അവിശ്വാസവും ദൈവം കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വത്തിനെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദറെ. ഹലോ, പറഞ്ഞു. ഇത് എന്റെ പേര് അനു എന്നാണ്. ഞാൻ USA വിളിക്കുന്നതാണ്. ഞാൻ ഈ സാക്ഷ്യം അല്ല പറയുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അതിഭയങ്കരമായ ഭയം കൊണ്ട് എനിക്ക് അതിഭയങ്കരമായ അസുഖമാണ്. ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായ നെർവസ്നെസ്സും ആവുക. അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം മുതൽ പറയണം, കർത്താവെ എന്റെ രോഗത്തെ യേശു ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു നേരിട്ട് പറഞ്ഞോളാം. ഞാൻ ഒരു വാക്കൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, അങ്ങയുടെ അത്ഭുതം പ്രിയ മകളുടെ ഇന്ന് അനുഭവിക്കുന്ന വേദന, യാതന, രോഗങ്ങൾ കർത്താവ് ക്രൂശിൽ ഇന്നേക്ക് 2000 വർഷം മുമ്പ് അനുഭവിച്ചതാണപ്പ. അങ്ങ് വില കൊടുത്തതാണപ്പ. ഞങ്ങൾ രോഗിയാകാനുള്ള വിലയല്ല, ഞങ്ങൾ സൗഖ്യമാകാനുള്ള അവകാശികളാകാനും വേണ്ടി എൻ്റെ യേശുവെ അങ്ങ് വില കൊടുത്തല്ല. ഇപ്പോൾ ഈ നിമിഷം തന്നെ ശരീരത്തെ പിടിച്ച് മുറുക്കുന്ന രീതിയിൽ സൗഖ്യം വ്യാപരിക്കുന്നല്ലോ, അത്ഭുതം വ്യാപരിക്കുന്നല്ലോ. കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്ന ശരീരത്തിന്റെ മേൽ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ യേശുവെ അത് സൗഖ്യമാക്കുന്നു, അത്ഭുതമാക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. അപ്പൊ അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഓരോരുത്തരും ഞാൻ ബ്ലസ് ചെയ്യുന്നു. തുടർമാനമായി നമുക്ക് സാക്ഷ്യങ്ങളെ കേൾക്കാം. ദൈവം അനുവദിച്ച നാളത്തെ നമുക്ക് ഇടയ്ക്കൊന്ന് നിന്ന് പോയായിരുന്നു. നമുക്ക് ഒരു നൈറ്റ് പ്രെയർ ഉണ്ടായിരുന്നു. UK മീറ്റിംഗ് പോലെ നമ്മൾ ക്രമീകരിക്കുന്നതാണ്. അതിന് ഈ ദിവസം ഞാൻ മെസ്സേജ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, മീറ്റിംഗ് ഇല്ലേ എന്നത്. അന്യഭാഷാ പ്രാർത്ഥനയാണ്. അതിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ നിങ്ങൾ അതിന്റെ ലിങ്കുകളെ കരസ്ഥമാക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് വലിയ പ്രവർത്തികളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകൾ